Morning to all. ഇന്ന് ബിമാജിക്കിന്റെ 2134 ദിനമാണ്. ഇന്നത്തെ സൂം മീറ്റിലേക്ക് ബിമാജിക് ഫൗണ്ടേഴ്സിനെ നന്ദിയോടുകൂടി സ്മരിച്ചുകൊണ്ട് ലീഡേഴ്സ്, മെമ്പേഴ്സ് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ സെഷൻ കൺട്രോൾ യുവർ മൈൻഡ് ബിഫോർ ഇറ്റ് കൺട്രോൾസ് യു എന്ന ടോപ്പിക്കിനെ സംബന്ധിച്ച് ഷബാസ് ഷംനത്ത് മാമാണ് ലീഡ് ചെയ്യുന്നത്. So I am welcoming Shabas ma'am to this session. Ma'am. Thank you very much. ഇന്നത്തെ ഈ ഒരു സുപ്രഭാതത്തില് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് കൂടാനും ഇങ്ങനെ ഒന്ന് സംവദിക്കാനും സാധിച്ചതിന് സർവേശ്വരനോട് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങാം. എനിക്ക് ഷെയറിങ്ങിനുള്ള ഒരു ഓപ്ഷൻ ഒന്ന് എനേബിൾ ചെയ്യണേ. അപ്പോ നമുക്ക് പലർക്കും അനുഭവപ്പെടുന്ന ഒരു സംഭവം ആണ്, ചില സമയങ്ങളിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ആളുകളുമായിട്ട് വഴക്കുണ്ടാക്കി അല്ലെങ്കിൽ ദേഷ്യപ്പെടും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചിന്തിക്കാറുണ്ട്, അയ്യോ ഇത് വേണ്ടിയിരുന്നില്ല എന്ന് ചിന്തിക്കാറുണ്ട്. ഇങ്ങനെ എന്തെങ്കിലും നമ്മുടെ ലൈഫിൽ അനുഭവപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് പറയാമോ? ഉണ്ട് മാം, സംഭവിച്ചിട്ടുണ്ട്. പല പ്രാവശ്യം സംഭവിച്ചിട്ടുണ്ട്. എന്റെ ഷെയറിങ് കറക്റ്റ് അല്ലേ? ഹലോ? അതെ മാം, അതെ മാം. അപ്പോ എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു. നമുക്ക് ഇന്ന് ഈ പറഞ്ഞൊരു പ്രശ്നം അനുഭവപ്പെട്ടിട്ടുള്ളവർക്ക് എന്താണ് പലർക്കും സംഭവിക്കുന്നത്, നമ്മുടെ കൺട്രോളിന് മുമ്പ് നമ്മളെ ആരോ കൺട്രോൾ ചെയ്യാം. കാരണം അത് കഴിഞ്ഞിട്ട് നമ്മളെ ചിന്തിക്കുന്നുണ്ട്, അയ്യോ വേണ്ടിയിരുന്നില്ല, ഇത്രയും ഈ ഒരു പ്രശ്നം വഷളാക്കേണ്ട ഇരുന്നില്ല. പക്ഷെ ആ ഒരു മൊമെന്റിൽ നമുക്കതിന് സാധിക്കാറില്ല, അല്ലെ? ജസ്റ്റ് ഒരു മൊമെന്റ് കുറച്ചൊന്ന് മുമ്പോട്ട് നീങ്ങിയായിരുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യായിരുന്നു? നമ്മൾ നല്ല രീതിയിൽ ചിലപ്പോൾ ആ ഒരു സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്തേനെ. പക്ഷെ ഇതെല്ലാം നമ്മൾ എന്താണ് മോശമാക്കിയ ശേഷമാണ് നമുക്ക് ചിന്തിക്കാൻ സാധിക്കുന്നത്, അയ്യോ വേണ്ടിയിരുന്നില്ല എന്നുള്ള ഒരു തോട്ടിലേക്ക് പോകുന്നത്. അപ്പൊ ഈ ഒരു കാര്യം നമ്മുടെ ലൈഫിൽ എങ്ങനെ ഹാൻഡിൽ ചെയ്യാം എന്നതാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്, അല്ലെ? ഇതിന്റെ മെയിൻ ആയിട്ടുള്ള കാരണം എന്താ? ആ സമയത്ത് നമുക്ക് ഉണ്ടാവുന്ന ഒരു സ്ട്രെസ്, അല്ലെ? ആ മൊമെന്റിൽ പെട്ടെന്ന് ഒരു സ്ട്രെസ് വരികയാണ്. എന്തായിരിക്കും ഈ സ്ട്രെസ്? ശരിക്കും ഈ സ്ട്രെസ് നല്ലതാണോ? ഈ സ്ട്രെസ് ഇല്ലാതിരുന്നെങ്കിൽ നമുക്ക് ചിലപ്പോൾ എന്താണ് നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റിയാണ്. പക്ഷെ എന്തായിരിക്കും അപ്പൊ എന്താണ് ഈ സ്ട്രെസ്? എന്താ മോശമാണോ? എന്താണ് സ്ട്രെസ്? നമ്മുടെ ബോഡിയുടെ ഒരു പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ, അതായത് നമ്മൾ പറയുന്നത് പണ്ട് കാലം മുതൽ ജീവിക്കുമ്പോൾ നമ്മൾ എന്താണ് കാട്ടില് ജീവിച്ച ആ ഒരു കാലഘട്ടത്തിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നം വരുമ്പോൾ നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാൻ ബോഡിയുടെ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു പ്രഷറാണ് എന്താണ് സ്ട്രെസ്. അതായത് ഒരു ത്രെഡ് നമ്മുടെ ബോഡിക്ക് ഫീൽ ചെയ്യാണ്, നമുക്കൊരു ത്രെഡ് ഉണ്ട്. ആ ത്രെഡിനെ നമ്മൾ എന്താണ് മറികടക്കാൻ വേണ്ടിയിട്ട് ഉള്ളതാണ് സ്ട്രെസ്. ശരിക്കും നമുക്കൊരു പ്രശ്നം വരുമ്പോൾ വളരെ ഫാസ്റ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? പ്രതികരിക്കേണ്ട ആവശ്യമുണ്ട്. അപ്പൊ ആ ഒരു ഫാസ്റ്റ് ആയിട്ടുള്ള പ്രതികരണമാണ് ആ സമയത്തും നമുക്ക് സംഭവിച്ചിരിക്കുന്നത്, അല്ലെ? നമുക്ക് എന്താണ് ഒരു ഫിസിക്കൽ ആയിട്ടുള്ള ഒരു ഇൽനെസ് വന്നു, അല്ലെങ്കിൽ എന്താണ് ഒരു റിലേഷൻഷിപ്പ് ബ്രേക്കായി, ഇമോഷണലി നമ്മൾ എന്താവും? വീക്കാവും, അല്ലെങ്കിൽ മെന്റലി നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഓവർ തിങ്ക് ചെയ്തു. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്കൊരു സിവിയർ ത്രെഡ് നമ്മുടെ ലൈഫിൽ, പണ്ട് കാലത്ത് നമ്മൾ കാട്ടിൽ ജീവിക്കുമ്പോൾ ഉള്ള ത്രെഡ് അല്ല ഇപ്പോ നമുക്കുള്ളത്, അല്ലെ? ഇപ്പൊ നമുക്ക് റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള നമ്മുടെ ഈ സമയത്ത് ഉണ്ടാകുന്ന ഒരു പ്രശ്നം വരുമ്പോൾ അതിനെ നമ്മളെ ഇങ്ങനെ നമുക്ക് ആ ത്രെഡ് വരുമ്പോൾ അവിടെ എത്രയും പെട്ടെന്ന് നമ്മൾ അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകണം, അല്ലെ? ഒന്നല്ലെങ്കിൽ നമ്മൾ എന്താ അതിനെതിരെ ഫൈറ്റ് ചെയ്യും, ഫൈറ്റ് മെക്കാനിസം. ഒരു പ്രശ്നം വരുമ്പോ എന്താ നമ്മൾ അതിനെതിരെ ഫൈറ്റ് ചെയ്യും, അല്ലെങ്കിൽ എന്താ അവിടെ നിന്ന് ഓടി ഒളിക്കും, നമ്മൾ അവിടെ നിന്ന് ഓടി ഒളിക്കും. ഈ ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് മെക്കാനിസം നമുക്ക് വർക്ക് ആവാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സ്ട്രെസ് വരുന്നത്.
ഈ ഒരു സ്ട്രെസ് വരുമ്പോഴത്തേക്കും നമ്മുടെ ബോഡിയിൽ നല്ല ചേഞ്ചസ് ആ വരുന്നത്. നമ്മുടെ ഹാർട്ട് ബീറ്റ് കൂടും, പ്രഷർ കൂടും, നമ്മുടെ ലങ്സ് എല്ലാം എന്താണ് എക്സ്പാൻഡ് ആവും. അങ്ങനെയുള്ള രീതിയിൽ നമുക്ക് അതായത് ഓടി ഒളിക്കണമെങ്കിൽ അല്ലെങ്കിൽ അതിനെതിരെ ഫൈറ്റ് ചെയ്ത് നിൽക്കണമെങ്കിൽ നമുക്ക് അതിനനുസരിച്ചുള്ള എനർജി ബോഡിയിൽ വേണം. ഈ ബോഡിയിൽ ഈ എനർജി ഉണ്ടാക്കുന്നത് എന്താണ്? ഈ സ്ട്രെസ് വരുമ്പോൾ അതിൽ നിന്നാണ് നമുക്ക് ആ ഒരു പ്രഷർ കിട്ടുന്നത്. ഇത് ഒരിക്കലും എന്താണ് ബാഡ് അല്ല. കാരണം നമ്മൾ ആ ഒരു സമയത്ത് പ്രിപ്പയർ ചെയ്യാം. നമുക്കൊരു എക്സാം വന്നു, ആ ഒരു സമയത്ത് ഒരു ചെറിയ സ്ട്രെസ് വരുമ്പോൾ ആ എക്സാമിന് വേണ്ടിയിട്ട് നല്ല രീതിയിൽ നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ സാധിക്കും. അല്ലെങ്കിൽ എന്താണ്, ഒരു പ്രോജക്റ്റിന്റെ ഡെഡ് ലൈൻ വന്നു, ആ ഡെഡ് ലൈൻ ആയി കഴിയുമ്പോൾ നമുക്കൊരു സ്ട്രെസ് ഉണ്ടാവും. ആ സ്ട്രെസ് എന്താണ്, ആ ഡെഡ് ലൈനിൽ ഏറ്റവും നല്ല രീതിയിൽ ആ ഒരു വർക്ക് ചെയ്ത് വെക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് ഈ സ്ട്രെസ് ആണ്. ഒരിക്കലും ഈ സ്ട്രെസ് നമുക്ക് ബാഡ് ആണെന്ന് പറയാൻ കഴിയുകയില്ല. കാരണം നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാൻ ബോഡി തരുന്ന ഒരു മെക്കാനിസം തന്നെയായിരിക്കും. നമ്മുടെ പ്രൊട്ടക്ഷൻ ആണ് അതിന്റെ ഉദ്ദേശമെങ്കിൽ അതെന്തായിരിക്കും? ഒരിക്കലും മോശം അല്ല. അപ്പൊ അതൊരു നല്ല രീതിയിൽ നമ്മൾ അതിനെ മെയിൻറ്റെയിൻ ചെയ്താൽ അത് നമുക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ തന്നെയാണ്. നമുക്ക് രണ്ട് രീതിയിലുള്ള സ്ട്രെസ് ഉണ്ട്, യൂസ്ട്രെസ്, ഡിസ്ട്രെസ്, പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ്. നമ്മൾ പറഞ്ഞു നമ്മുടെ ലൈഫിന് ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലുള്ള സ്ട്രെസ്സുകളാണ് നമ്മൾ പോസിറ്റീവ് എന്ന് പറയുന്നത്. ഇനി നമുക്കൊരു മോശം സാഹചര്യത്തിൽ ലോങ് ടൈം നമ്മൾ വർക്ക് ചെയ്യേണ്ടി വന്നു. അതായത് നമ്മുടെ ഇപ്പൊ പറഞ്ഞു നമ്മളൊരു പ്രൊജക്ടിന്റെ ഡെഡ് ലൈൻ ആ ഒരു ടൈമിൽ നമ്മൾ ഒരു സ്ട്രെസ് അനുഭവിക്കുന്നു, അത് നല്ല രീതിയിൽ ചെയ്തു ഫിനിഷ് ചെയ്ത് വെക്കുന്നു. അതിനുശേഷം എന്താണ്, ആ സ്ട്രെസ് നമ്മളെ നിന്ന് റിലീസായി പോകും. നമ്മൾ പക്ഷെ ചെന്നെത്തിയിരിക്കുന്ന ഒരു ടോക്സിക് റിലേഷൻഷിപ്പില് അല്ലെങ്കിൽ നമ്മുടെ വർക്ക് സൈറ്റ് വളരെ മോശമായ ഒരു അന്തരീക്ഷമുള്ള ഒരു സ്ഥലമാണ്. അവിടെ നമുക്ക് എന്താണ് നമ്മളെ ഫുൾ ടൈം പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ള രീതിയിൽ അലേർട്ട് മോഡിൽ ഇരുത്തും. അപ്പോൾ ഈ ഒരു സ്ട്രെസ്സിന്റെ സമയത്ത് നമ്മുടെ ബോഡി ഹൈ എനർജി ആയിട്ട്, അതായത് ഈ ഒരു സിറ്റുവേഷനോട് പൊരുതാൻ വേണ്ടിയിട്ട് ഹൈലി എനർജറ്റിക് ആയിട്ട് ഇത്രയും മാറ്റങ്ങൾ വന്നിട്ടാണ് ഇരിക്കുന്നത്. നമുക്ക് ഫുൾ ടൈം സ്ട്രെസ് ആവുമ്പോൾ ഈ ഒരു മോഡില് ഫ്ലൈറ്റ് ഓർ ഫൈറ്റ് മോഡിലായിരിക്കും നമ്മുടെ ബോഡി ഫുൾ ടൈം ഇരിക്കുന്നത്. നമ്മൾ എപ്പോഴും ഈ ഒരു രീതിയിൽ ഭയങ്കര അലേർട്ട് മോഡിൽ ഇരുന്ന് കഴിയുമ്പോൾ നമ്മുടെ എനർജി ലോസിന് കാരണം അത് നമ്മുടെ ബോഡിക്ക് എന്താണ് ബുദ്ധിമുട്ടാണ്, കേടാണ്. അതായത് ഷോർട്ട് ടൈം സ്ട്രെസ് ഉണ്ട്, അക്യൂട്ട് സ്ട്രെസ് അല്ലെങ്കിൽ ക്രോണിക് സ്ട്രെസ്. അക്യൂട്ട് സ്ട്രെസ് എന്ന് പറഞ്ഞാൽ എന്താ, നമുക്കൊരു കാര്യത്തിനെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മളെ സഹായിക്കുന്നത്. അതായത് നമുക്കൊരു ത്രെറ്റ് ഉണ്ട് എന്നൊരു ഫീലിംഗ് വന്നു കഴിയുമ്പോൾ ബോഡി നമ്മളെ അലേർട്ട് മോഡിലേക്ക് മാറ്റും. ഈ സമയത്തുള്ള ആ ഒരു സ്ട്രെസ് ആണ് പോസിറ്റീവ് സ്ട്രെസ്. ഈ ഒരു സ്ട്രെസ് കണ്ടിന്യൂസ് ആയിട്ട്, അല്ലെങ്കിൽ പറഞ്ഞുള്ള ടോക്സിക് റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ വർക്ക് സൈറ്റിലുള്ള പ്രോബ്ലംസ്, ഇത് കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കുമ്പോൾ അത് നമുക്ക് എന്താണ് നെഗറ്റീവ് ആയിട്ടായിരിക്കും ബാധിക്കുന്നത്. ഇത് നമുക്ക് ഡിസ്ട്രെസ് എന്ന് പറയാം. ഈ ഗുഡ് സ്ട്രെസ് നമ്മുടെ പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യും. പിന്നെന്താണ്, നമുക്ക് മോട്ടിവേഷൻ ആണ്. ആ സമയം കഴിയുമ്പോൾ നമ്മളിൽ നിന്ന് പോകും. പക്ഷേ നമ്മളെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ് ഗുഡ് സ്ട്രെസ്. പക്ഷെ ബാഡ് സ്ട്രെസ് എന്താണ്, അത് നമ്മളെ നെഗറ്റീവ് ആയിട്ടായിരിക്കും ബാധിക്കുന്നത്. അത് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തെ തന്നെ തകർത്ത് കളയും. നമുക്ക് ഒരുപാട് രോഗങ്ങൾ, ക്രോണിക് സ്ട്രെസ് ഇങ്ങനെ നിലനിൽക്കുമ്പോൾ നമുക്ക് ഫസ്റ്റിലെ ബാധിക്കുന്നത് നമ്മുടെ വയറിനെ ആയിരിക്കും. പലർക്കും ചെറിയൊരു സ്ട്രെസ് വരുമ്പോൾ നമുക്ക് ചെറിയ വയറിന് ഒരു ചെറിയ കംപ്ലൈന്റോ കാര്യങ്ങളൊക്കെ, അതായത് ഒന്ന് വയറ് കമ്പിക്കുന്നത് പോലെയൊക്കെയാണ് ഫീൽ ചെയ്യുന്നതെങ്കിൽ ഈ ഒരു സംഭവം ഫുൾ ടൈം നിന്ന് കഴിയുമ്പോൾ ആ വയറിലെ ഇന്റേണൽ സെൽസിനെയൊക്കെ അത് ബാധിച്ച് ഡിയോഡനൈറ്റിസ് ഒക്കെ പോലുള്ള നമുക്ക് അൾസർ പോലുള്ള അസുഖങ്ങളിലേക്ക് അത് നീങ്ങും. ഫസ്റ്റില് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തെ ബാധിക്കുമ്പോൾ തന്നെ പിന്നെ നമുക്ക് അസുഖങ്ങൾ വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോ ഈ ഒരു ബാഡ് സ്ട്രെസ് ലോങ് ടൈമിൽ നിൽക്കുന്ന ഈ ക്രോണിക് സ്ട്രെസ് നമ്മളെ സംബന്ധിച്ച് വളരെ നെഗറ്റീവ് ആയിരിക്കും. അത് നമ്മുടെ ബോഡിയെയും നമ്മുടെ ഹെൽത്തിനെയും നല്ല രീതിയിൽ, നമ്മുടെ മൈൻഡിനെയും എല്ലാം നല്ല രീതിയിൽ ബാധിക്കും. അപ്പോൾ നമുക്ക് സ്ട്രെസ്സിനെ രണ്ടായിട്ട് തിരിക്കാം, പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ്. പോസിറ്റീവ് നമ്മളെ ഹൈലി പ്രൊഡക്റ്റീവ് ആക്കും. മറ്റതെന്താണ്, നേരെ തിരിച്ച് നമ്മുടെ പ്രൊഡക്ടിവിറ്റി, നമുക്ക് അസുഖങ്ങൾ വന്നാൽ നമ്മുടെ പ്രൊഡക്ടിവിറ്റി ഓട്ടോമാറ്റിക്കലി എന്താണ്, കാരണം ഫുൾ ടൈം അലേർട്ട് മോഡിലാണ് നമ്മൾ നിൽക്കുന്നത്. അത് നമ്മളെ നെഗറ്റീവായിട്ട് ബാധിക്കുന്നത് ആയിരിക്കും. നമുക്കെന്താ സ്ട്രെസ്സിനുള്ള കാരണം, അക്കാദമിക് പ്രഷർ ആവാം, ഇതെല്ലാവർക്കും അറിയാവുന്നത്. പല കാരണങ്ങൾ കൊണ്ട്, നമ്മുടെ പേഴ്സണലി ഉണ്ടാവുന്ന പല കാരണങ്ങൾ കൊണ്ട് നമുക്ക് സ്ട്രെസ്, അതായത് നമ്മുടെ ബോഡി സെൻസ് ചെയ്യാണ് നിങ്ങൾക്ക് അതൊരു ത്രെട്ടാണ്.
അതായത് അക്കാദമിക് നമ്മൾ പഠിച്ച് അതിൽ നമുക്ക് എന്താണ് എക്സാം ഒക്കെ ആവാറായി, ഇനി ഇത് പഠിച്ചു തീർന്നില്ലെങ്കിൽ അത് എന്റെ ഭാവിയെ ബാധിക്കും എന്നുള്ളൊരു തോട്ട്, അത് നമുക്ക് എന്താണ് ഒരു സ്ട്രെസ് തരുന്നു. അല്ലെങ്കിൽ നമ്മൾ ഒരു കാര്യത്തെ കുറിച്ച് ഓവറായിട്ട് തിങ്ക് ചെയ്യുക, നമ്മൾ തോക്കുന്നുള്ള പേടി, എക്സാംസ്, പല കാര്യങ്ങളുടെ ഡെഡ് ലൈൻ, പുതിയൊരു അന്തരീക്ഷം, അങ്ങനെ നമുക്ക് നിരവധി കാരണങ്ങൾ, ഇത് മാത്രമല്ല ഇഷ്ടം പോലെ കാരണങ്ങൾ കൊണ്ട് നമുക്ക് സ്ട്രെസ് ഉണ്ടാവും. അതായത് നമ്മുടെ ലൈഫിന് ഒരു ത്രെട്ട് വരും എന്നുള്ള ഫീലിംഗ് ഉണ്ടാകുന്ന ഏതൊരു കാര്യവും നമുക്ക് സ്ട്രെസ് തരും. പക്ഷെ ആ ഒരു സ്ട്രെസ് നമ്മൾ ദീർഘകാലം നിലനിൽക്കുമ്പോഴാണ് അതെന്താണ് ക്രോണിക് സ്ട്രെസ് ആയിട്ട് മാറി അത് നമുക്ക് മോശമായിട്ട് ഭവിക്കുന്നത്. പകരം ഇതെന്താണ്, നമ്മളെ നല്ലൊരു സ്ട്രെസ് ആണെങ്കിൽ നമ്മൾ ജസ്റ്റ് അലേർട്ട് ആക്കുന്നു. ആ അലേർട്ട് ആയി കഴിയുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ ആ ഒരു കാര്യം, അല്ലെ, നമ്മളിങ്ങനെ ശ്രദ്ധയില്ലാതെ ഫോക്കസ് ഇല്ലാതെ ഒന്നും നമ്മൾ ചെയ്യുന്നതിന് പകരം നമ്മൾ ജസ്റ്റ് ഒന്ന് അലേർട്ട് ആക്കുന്നു, നമ്മൾ നല്ല രീതിയിൽ ആ ഒരു കാര്യം ചെയ്യാൻ, നമ്മൾ പ്രൊഡക്റ്റീവായിട്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യാണ് ചെയ്യുന്നത്. സ്ട്രെസ് വരുമ്പോൾ നമുക്ക് പല ഫിസിക്കൽ സിംറ്റംസ് ഉണ്ടാവാറുണ്ട്, മെന്റൽ സിംറ്റംസ് അല്ലെങ്കിൽ ഇമോഷണൽ സിംറ്റംസ് പലതും നമുക്ക് കാണിക്കാറുണ്ട്. അതായത് നമുക്ക് നല്ല സ്ട്രെസ് വരുമ്പോൾ തലവേദന, അല്ലെങ്കിൽ ഉറക്കം കറക്റ്റ് ആവാതെ ടെൻഷൻ, നമ്മുടെ ഡൈജഷനുള്ള ബുദ്ധിമുട്ട്, അങ്ങനെയുള്ള ഫിസിക്കലി പല സിംറ്റംസും നമ്മൾക്ക് കാണിക്കും. അതുപോലെ എന്താണ് മെന്റൽ സിംറ്റംസ് കാണിക്കുന്നത്, എന്താണ് കോൺസെൻട്രേഷൻ കിട്ടില്ല, പിന്നെ പല കാര്യങ്ങളും നമ്മൾ ചിലപ്പോൾ പറയില്ലേ, അയ്യോ ഞാനിപ്പോ എന്തിനാ ഇങ്ങോട്ട് വന്നേന്ന് ഞാൻ ഓർക്കുള്ള, എന്തോ ആവശ്യത്തിന് വന്നത്, അത് മറന്നു. പലപ്പോഴും നമുക്ക് സംഭവിക്കുന്നതാണ് പല കാര്യവും ഫോർഗെറ്റ്ഫുൾനെസ്, എന്തോ ചെയ്യാൻ വേണ്ടി, അയ്യോ ഞാനിപ്പോ എന്തായിരുന്നു ആലോചിച്ചത്, എന്തോ അത്യാവശ്യ കാര്യം ആലോചിച്ച് ഇവിടെ വന്നത്, പക്ഷെ നമുക്കത് ഓർത്തെടുക്കാൻ പെട്ടെന്ന് നമുക്ക് എന്താ നെക്സ്റ്റ് കുറച്ച് കഴിയുമ്പോൾ ചിലപ്പോ ഇതായിരുന്നു നമ്മൾ ചെയ്യാനിരുന്നത്. നമ്മളൊന്ന് ആ സ്ട്രെസ് മാറി റിലാക്സ് ആയി കഴിയുമ്പോൾ നമുക്ക് ആ ഒരു കാര്യം, ചിലപ്പോൾ ചിലരുടെ അത്യാവശ്യ സമയങ്ങളിൽ ചില കാര്യങ്ങൾ നമ്മൾ മറന്നു പോകും. അത് കഴിഞ്ഞ് ആ സ്ട്രെസ് ഒക്കെ മാറി റിലാക്സ്ഡ് ആകുമ്പോൾ ഈ കാര്യമല്ലേ ഞാൻ ഇത്രയും നേരം ചിന്തിച്ചത്, ഓർക്കാൻ ട്രൈ ചെയ്തത് എന്ന് നമുക്ക് തോന്നും. അതുപോലെ എന്താണ് സ്പീച്ച് പ്രോബ്ലംസ്, അല്ല ചിലർ പറയില്ല എന്തെങ്കിലും സ്ട്രെസ് ഒക്കെ വരുമ്പോൾ തൊണ്ട ഇടറുവാണ് എന്നുള്ളൊക്കെ കാര്യങ്ങൾ നമ്മൾ പറയാറുണ്ട്. അതുപോലെ എന്താ ഇമോഷണലി നമ്മൾ ഡിപ്രസ്ഡ് ആയി പോവാം, ഇറിറ്റബിലിറ്റി, നമുക്ക് ദേഷ്യം, വാശി, സങ്കടം, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് സ്ട്രെസ് വരുമ്പോൾ വരാം. അതുപോലെ എന്താണ് ഇങ്ങനെ നമ്മൾ ക്രോണിക് സ്ട്രെസ്, അതായത് സ്ട്രെസ് എപ്പോഴും നമ്മുടെ ലൈഫിൽ നീണ്ടു പോകുമ്പോൾ അത് നമ്മുടെ ബിഹേവിയറിനെ തന്നെ, നമ്മുടെ സ്വഭാവത്തിൽ തന്നെ അതിൽ ചെറിയ മാറ്റങ്ങള്, ചിലർ പറയില്ലേ അവന്റെ ശുണ്ഠി മൂക്കത്താണ്, ചില കാര്യങ്ങളില് അവനല്ലെങ്കിൽ ഒരു ചെറിയ കാര്യം വന്നാൽ മതി, അവന്റെ ക്യാരക്ടർ അതാണ്, ഒരു ചെറിയ കാര്യം വരുമ്പോഴത്തേക്കും പൊട്ടിത്തെറിക്കും. നമ്മൾ പലരെ കുറിച്ചും സംസാരിക്കാറുള്ളതാണ്. അവർക്കൊക്കെയുള്ള പ്രശ്നം എന്താണ്, അവർക്ക് ഈ ഒരു സ്ട്രെസ് ക്രോണിക് ആയിട്ട്, കാരണം നമ്മൾ കാണുന്ന കറണ്ട് മൊമെന്റിലുള്ള അവരെയാണ് കാണുന്നത്, പക്ഷെ അവരുടെ ബോഡിയിൽ ഈ സ്ട്രെസ് വന്നിട്ട് അവരെ അലേർട്ട് മോഡിലാണ് നിൽക്കുന്നത്, ക്രോണിക് ആയിട്ട് സ്ട്രെസ്. പക്ഷെ നമ്മൾ ആ ഒരു സിറ്റുവേഷൻ മാത്രം നോക്കണം, ഈ ഒരു കാര്യം അവരെ ഇത്രയും ദേഷ്യപ്പിടിപ്പിക്കാനുണ്ടോ എന്നതൊക്കെ ആയിരിക്കും നമ്മൾ ചിന്തിക്കുന്നത്. പക്ഷെ അവരുടെ ബോഡി ഈ ഒരു മോഡിൽ നിൽക്കുമ്പോൾ അവർ എന്തൊരു ഇഷ്യൂ വരുമ്പോഴും പെട്ടെന്ന് എന്താണ്, കാരണം അവർ ക്രോണിക് സ്ട്രെസ്സിലാണ്, എപ്പോഴും എന്തെങ്കിലും ഇഷ്യൂസ് ആയിട്ട് ആ സ്ട്രെസ് മോഡിലായിരിക്കും അവരുടെ ബോഡി നിൽക്കുന്നത്. അപ്പൊ എന്താണ് അവർ പറയുമ്പോൾ, നമ്മൾ ചെറിയൊരു കാര്യം പറയുമ്പോഴത്തേക്കും ചിലപ്പോൾ നമ്മൾ പറയുന്ന ഒരു കാര്യമാണ്, ആ മുഖത്താണ് അവന്റെ ശുണ്ഠി, അവൻ എന്ത് കാര്യം പറഞ്ഞാൽ, ഒരു കുഞ്ഞു കാര്യം പറഞ്ഞാൽ മതി പൊട്ടിത്തെറിക്കും. ഇങ്ങനെയുള്ള രീതിയിലേക്ക് ആ ബിഹേവിയറിൽ ആ ഒരു ചേഞ്ച്, ക്രോണിക് സ്ട്രെസ് മൂലം അവർക്ക് ബിഹേവിയറിൽ തന്നെ ഒരു ചേഞ്ചസ് വരാനുള്ള ചാൻസ് ഉണ്ട്. ഫിസിക്കലി സ്ട്രെസ് നമുക്ക് കാണാൻ സാധിക്കും, മെന്റലി അല്ലെങ്കിൽ ഇമോഷണലി, ബിഹേവിയറിലി ഈ സ്ട്രെസ്സിന്റെ ഓരോ സിംറ്റംസ് അല്ലെങ്കിൽ സയൻസ് നമുക്ക് തന്നെ കണ്ടെത്താൻ സാധിക്കും. പലപ്പോഴും നമ്മൾ അത് ഇഗ്നോർ ചെയ്യാണ് ചെയ്യുന്നത്. നമുക്ക് ചിലപ്പോ എന്താണ് സ്ട്രെസ് കൂടിയിട്ട് നമ്മൾ എന്താണ് നമുക്ക് പലപ്പോഴും പല സ്കിൻ പ്രോബ്ലംസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പക്ഷെ നമ്മൾ എന്താണ് ഇത് ഈ സ്ട്രെസ് മുഖേനയാണ്, അല്ലെങ്കിൽ ഈ വയറിനുണ്ടാവുന്ന പ്രോബ്ലം ഒക്കെ സ്ട്രെസ് മുഖേനയാണെന്ന് നമുക്ക് ചിലപ്പോൾ ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കില്ല. ഇതുപോലെ ഞാൻ ആദ്യം വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് ജയിൽ ഡിപ്പാർട്ട്മെന്റിലായിരുന്നു. ജയിൽ ഡിപ്പാർട്ട്മെന്റിൽ ആയിരുന്നപ്പോൾ എനിക്ക് ഫീൽ ചെയ്യുന്നില്ല ഇതൊരു സ്ട്രെസ് ആണ് കാര്യങ്ങളാണെന്ന്. പക്ഷെ അവിടെ 24 അവർ കണ്ടിന്യൂസ് ഡ്യൂട്ടിയാണ്. നമുക്ക് തരുന്ന ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ ഡ്യൂട്ടി വളരെ ഈസിയാണ്. ഇവര് വരുന്ന
പ്രതികൾ വരുമ്പോൾ അവരുടെ കാര്യങ്ങളെല്ലാം എൻട്രി ചെയ്യുക. അതുപോലെ അവരെ ഇറങ്ങി പോകുമ്പോൾ അവർക്ക് അവരുടെ എല്ലാ കാര്യങ്ങളൊക്കെ എൻട്രി ചെയ്ത് അവരെ ഇറക്കി വിടുക. ഇത് രണ്ടുമാണ് നമുക്ക് ചെയ്യാനുള്ള ഡ്യൂട്ടികളും. പിന്നെ നമ്മൾ നോക്കേണ്ട അവരുടെ പ്രൊട്ടക്ഷൻ ആണ്. കാരണം അവര് ജയിലിന്റെ ഉള്ളിലേക്ക് വരുമ്പോൾ ഭയങ്കര മാനസിക സംഘർഷത്തോട് കൂടിയായിരിക്കും വരുന്നത്. അവർക്ക് സൂയിസൈഡ് ടെൻഡൻസി പോലുള്ള കാര്യങ്ങൾ ഉണ്ടാകും. അപ്പൊ ഒരിക്കലും ഒരു പ്രതിയും പ്രതിയല്ല നമ്മള് പ്രതി മാത്രമല്ല, ചിലപ്പോ തെറ്റ് ചെയ്തവരായിരിക്കില്ല, തെറ്റ് ചെയ്തോ എന്നുള്ള ഒരു ഡൗട്ട് കൊണ്ട് അവരെ ജയിലിലാക്കിയതായിരിക്കും. അങ്ങനെയുള്ളവർക്ക് അവരൊരിക്കലും ആ ജയിലിൽ വെച്ചിട്ട് മരണപ്പെടാൻ പാടില്ല എന്നതാണ്. അതിനു വേണ്ടിയിട്ട് നമ്മൾ ഫുൾ അലേർട്ട് ആയിട്ട് ഇരിക്കണം. അപ്പൊ 3 മണിക്കൂർ നൈറ്റ് നമുക്ക് അങ്ങനെയാണ്. 3 മണിക്കൂർ ഒരാൾ ഡ്യൂട്ടിയിൽ ഇരിക്കുക, നെക്സ്റ്റ് 3 മണിക്കൂർ. അപ്പൊ ഞാൻ അവിടെ ഉള്ളത് കൊറോണ കാലത്താണ്. അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും കൂടി വർത്താനം പറഞ്ഞ് 2 മണി 3 ഞങ്ങൾ ഉറങ്ങാറില്ല കാര്യമായിട്ട്. 2 മണി 3 മണി വരെയൊക്കെ ഇരുന്നിട്ട് ഒരു 2 മണിക്കൂറൊക്കെയാണ് നമ്മൾ ഉറങ്ങുള്ളൂ. അപ്പൊ ഉറങ്ങുന്ന സമയത്ത് മിക്കപ്പോഴും ആരുടെ ഡ്യൂട്ടി ആണെന്നൊന്നും ചെക്ക് ചെയ്യാറില്ല. നമ്മൾ എന്ത് ചെയ്യും, ചിലപ്പോ 2 മണിക്കൂർ എല്ലാവരും ഉറങ്ങും. അപ്പൊ നമ്മൾ ആ ഉറങ്ങുന്ന സമയത്ത് നമുക്കൊരു ടെൻഷൻ ഉണ്ടാവും. പക്ഷെ കാരണം വലിയ പ്രശ്നങ്ങളില്ലാത്തൊരു സമയമായിരുന്നു കൊറോണ കാലം. അല്ലാത്തപ്പോ നല്ല സ്ട്രിക്റ്റ് ആയിട്ട് തന്നെയായിരുന്നു ഇത് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. എന്നാലും നമ്മൾ അങ്ങനെ പൂർണ്ണമായിട്ടും നമ്മൾ അങ്ങനെ ചെയ്യുന്നല്ല, ചെറിയ രീതിയിൽ. പക്ഷെ ഈ ഒരു ടൈമില് ഇനി ഇവർക്ക് എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ളൊരു സ്ട്രെസ് എന്നെ നല്ല രീതിയിൽ ബാധിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ എനിക്കത് ഫീൽ ചെയ്യുന്നില്ല. കാരണം നമ്മൾ എന്താണ് ആ ഡ്യൂട്ടി ടൈമില് ഫ്രണ്ട്സ് ഒക്കെ, കാരണം നമ്മൾ രണ്ടുപേരുണ്ടാവും, നല്ല രീതിയിൽ കമ്പനി ആയിട്ടൊക്കെ ആയിരിക്കും നടക്കുന്നത്. അപ്പൊ എനിക്കത് സ്ട്രെസ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നില്ല. പക്ഷെ അത് എന്നെ ചെറിയ രീതിയിൽ ബാധിക്കുന്നുണ്ടായിരുന്നു. പയ്യെ എന്നെ അത് ബാധിച്ചത് വയറിനെയായിരുന്നു. എനിക്ക് സംഭവിച്ചത് എന്താ, ഡിയോഡരിറ്റിസ് ഉണ്ടായി. ആ ഒരു സ്ട്രെസ്സിൽ എനിക്കത് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല ഈ സ്ട്രെസ്. ഇപ്പൊ ഡോക്ടർ എൻ്റെ അടുത്ത് ചോദിച്ചു, താങ്കൾക്ക് എന്തെങ്കിലും സ്ട്രെസ് ഉണ്ടോ? പറഞ്ഞേ ഇല്ല, ഞാൻ ഹാപ്പി ആയിട്ട് പോകുന്നു, എനിക്ക് വേറെ ലൈഫിൽ വേറെ പ്രശ്നങ്ങളില്ല, നല്ല രീതിയിലാണ്. പക്ഷെ ഈ ഒരു നമ്മളൊരു എന്താണ് കണ്ടിന്യൂസ് ആയിട്ട് ഒരു ഡിപ്പാർട്ട്മെന്റിൽ ജോലി ചെയ്യുമ്പോൾ ആ ഒരു നമ്മളെ അലേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കാരണം അവർക്കൊന്നും സംഭവിക്കരുത്. നമുക്ക് ഫുൾ ടൈം ആ ഒരു ജോലിയുടെ ആ ഒരു ഇതിലാണ് നമ്മൾ സ്ട്രെസ് എടുക്കുന്നത്. അതായത് എന്താണ്, അവർക്കൊന്നും എന്താണ് അവർ സേഫ് ആയിട്ട് ഇവിടുന്ന് റിലീസാക്കി വിടണം എന്നുള്ളൊരു തോട്ട് അത് എനിക്ക് സ്ട്രെസ് തരുന്നുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് അതെന്ത് ചെയ്യാൻ പറ്റിയില്ലായിരുന്നു, ആദ്യം ഐഡന്റിഫൈ ചെയ്യാൻ സാധിച്ചില്ലായിരുന്നു. അപ്പൊ പലപ്പോഴും നമ്മുടെ ബോഡി നമുക്ക് അതിനുള്ള സയൻസ് കാണിച്ചു തരുന്നുണ്ട്. പലരും അതെന്ത് ചെയ്യും, ഇഗ്നോർ ചെയ്യും. അപ്പോഴാണ് നമ്മളത് ഫിസിക്കൽ സിംറ്റംസിലേക്ക് മാറുന്നത്. അപ്പൊ ഈ ഒരു ഡ്യൂട്ടിയിൽ ഇരിക്കുന്ന സമയത്ത് ഉറക്കം കറക്റ്റ് പ്രോപ്പർ ആവുന്നുണ്ടായിരുന്നില്ല. അങ്ങനെയുള്ള ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ആ ജോലി ഇഷ്ടവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പക്ഷെ അതെനിക്ക് എന്താണ് ചെറിയ സ്ട്രെസ് നൽകുന്നുണ്ടായിരുന്നു. ഈ സ്ട്രെസ്സിന് എന്റെ ബോഡിയിൽ നല്ല രീതിയിൽ മാറ്റം വരുത്തുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മളെ ഈ സ്ട്രെസ് നമുക്ക് തരുന്ന സയൻസ് നമ്മൾ ഒരിക്കലും ഇഗ്നോർ ചെയ്യരുത്. അതെന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അതിന് വേണ്ടിയിട്ടുള്ള പ്രോപ്പർ കെയർ നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ, കാരണം നമുക്ക് തരുന്ന വാണിംഗ് ആണ്. ആ ഒരു ജോലിയുടെ സമയത്ത് ഞാൻ അലേർട്ട് ആയിട്ട് ഇരിക്കണമായിരുന്നു. ആ ഒരു അലേർട്ട്നെസ് ആയിരുന്നു എനിക്ക് ആ സ്ട്രെസ്സിലൂടെ വന്നുകൊണ്ടിരുന്നത്. പക്ഷെ അത് നമ്മുടെ ബോഡീനെ ബാധിക്കുന്ന ഒരു ടൈമിലേക്ക് വന്നപ്പോൾ ഇതുപോലെ ഓരോ കാര്യത്തിലും നമുക്ക് എന്താണ് ഒരു അലേർട്ടായിട്ട് നിൽക്കാൻ നമ്മളെ സഹായിക്കുന്നതാണ് സ്ട്രെസ്. പക്ഷെ അത് കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കുമ്പോൾ അത് നമുക്ക് എന്താണ് നെഗറ്റീവായിട്ട് ബാധിക്കുകയും നമ്മുടെ ഫിസിക്കലി നമ്മൾ ഡൗൺ ആയി പോവും. നമ്മുടെ പ്രൊഡക്ടിവിറ്റി കുറയാനും അത് കാരണമാകും. അപ്പൊ നമ്മൾ ഈ സയൻസ് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി, ഓരോരുത്തർക്കും പല രീതിയിലായിരിക്കും അത് കാണിക്കുന്നത്. ആ സയൻസ് മനസ്സിലാക്കി അതിനുള്ള പ്രോപ്പർ ആ സ്ട്രെസ്സിനെ നമ്മൾ മാനേജ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ഏറ്റവും പ്രൊഡക്റ്റീവായിട്ട് യൂസ് ചെയ്യാവുന്ന ഒരു സംഭവമായിട്ട് മാറും. അപ്പൊ നമ്മൾ പറഞ്ഞു ഇതെന്താണ് സ്ട്രെസ് ഇങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. അതായത് നമ്മുടെ ബ്രെയിനിലുള്ള ഇതാണ് അമിഗ്ഡാല. അമിഗ്ഡാല എന്ന് പറയുന്നത് ഇമോഷണലി നമ്മളെ കാര്യങ്ങൾ പറഞ്ഞ പോലെ എന്തെങ്കിലും ത്രെറ്റ് ആണ് എന്നുള്ള ഫീലിംഗ്, ആ ഒരു ഇമോഷൻ വരുമ്പോഴാണ് നമ്മുടെ ഈ അമിഗ്ഡാല വർക്ക് ചെയ്യുന്നത്. ഈ അമിഗ്ഡാലയാണ് നമ്മളെ എന്താണ് ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് മെക്കാനിസത്തിൽ നമ്മളെ നിൽക്കാൻ സഹായിക്കുന്നത്. പിന്നെ നമുക്കുള്ളതാണ് പ്രീഫ്രോണ്ടൽ കോർട്ടെക്സ്. ബ്രെയിനിന്റെ 2 പാർട്സ് ആണ് അമിഗ്ഡാലയും പ്രീഫ്രോണ്ടൽ കോർട്ടെക്സ്. അതായത് പ്രീഫ്രോണ്ടൽ കോർട്ടെക്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ലോജിക്ക്, ഇപ്പോ എനിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ത്രെറ്റ് ഉണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളെയൊക്കെ തിങ്ക് ചെയ്ത് മനസ്സിലാക്കുന്ന ഒരു പോർഷനാണ് പ്രീഫ്രോണ്ടൽ കോർട്ടെക്സ്. അപ്പൊ നമ്മുടെ ബ്രെയിനിന്റെ 2 ഭാഗങ്ങളാണ് പ്രീഫ്രോണ്ടൽ കോർട്ടെക്സും അമിഗ്ഡാലയും. അമിഗ്ഡാല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ
നമ്മുടെ ഇമോഷണൽ ബ്രെയിൻ എന്നാണ് അറിയുന്നത്. നമ്മുടെ ഇമോഷൻസിനെ വെച്ചിട്ടാണ് അത് വർക്ക് ചെയ്യുന്നത്. പ്രിഫ്രോണ്ടൽ കോർട്ടെക്സ് എന്ന് വെച്ചാൽ നമ്മുടെ ലോജിക്കായിട്ട് നമുക്ക് എന്താണ് പലപ്പോഴും സങ്കടം ഇതൊക്കെ വരുമ്പോൾ ആ ഇമോഷൻസ് ഹാൻഡിൽ ചെയ്യുന്ന ഇമോഷൻസ് വരുമ്പോ ഞാനൊരു സങ്കടത്തിലാണ്, ഞാനൊരു ത്രെറ്റിലാണ് എന്നുള്ള ഫീലിംഗ് വരുമ്പോ അമിഗ്ഡാല വർക്ക് ചെയ്യുകയും നമ്മുടെ ബോഡിയെ പ്രൊട്ടക്ട് ചെയ്യുകയും ചെയ്യും. പ്രിഫ്രോണ്ടൽ കോർട്ടെക്സ് എങ്ങനെയാണ്? നമ്മുടെ ഇമോഷൻസുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇവിടുന്ന് വരുന്ന ഇൻഫർമേഷൻസ് സെൻസറി അല്ലെ, പഞ്ചേന്ദ്രിയങ്ങളിൽ നിന്നാണ് നമ്മൾ ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുന്നത്. ഈ സെൻസറി ഓർഗനിൽ നിന്ന് വരുന്ന ഇൻഫർമേഷൻസിലെ പ്രിഫ്രോണ്ടൽ കോർട്ടെക്സിൽ എത്തിച്ചു കഴിയുമ്പോൾ എന്താ ചെയ്യും? ഇത് ശരിയാണോ തെറ്റാണോ, ഇതെന്ത് ചെയ്യണം, ഇതിനെ എങ്ങോട്ട് ഡൈവേർട്ട് ചെയ്യണം, അങ്ങനെ ലോജിക്കലി ചിന്തിക്കുന്നതാണ് പ്രിഫ്രോണ്ടൽ കോർട്ടെക്സ്. അപ്പം ബ്രെയിനിലെ രണ്ട് പോർഷൻസുകളാണ് അമിഗ്ഡാലയും പ്രിഫ്രോണ്ടൽ കോർട്ടെക്സും. അമിഗ്ഡാല എന്താണ്? നമ്മുടെ ഇമോഷണൽ ബ്രെയിൻ എന്നറിയും. നമ്മുടെ ഇമോഷൻസ്, ദേഷ്യപ്പെടുക അല്ലെങ്കിൽ സങ്കടം വരിക, ഇങ്ങനെയുള്ള കാര്യങ്ങളെ എല്ലാം ഹാൻഡിൽ ചെയ്യുന്നത് അമിഗ്ഡാലയാണ്. പ്രിഫ്രോണ്ടൽ കോർട്ടെക്സ് എന്താണ്? നമ്മുടെ ഒരു കാര്യം വന്നാൽ അതിനെ ലോജിക്കലി തിങ്ക് ചെയ്ത് ഇത് നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ എന്നൊക്കെ ചിന്തിക്കുന്നത്. അമിഗ്ഡാലയ്ക്ക് എന്തല്ല ഇല്ലേ? നമ്മൾ ചിലപ്പോ പറയാറുണ്ട്, ഈ ഒരു ഇതിനെന്തിനാ ഇപ്പൊ ഇത്ര സങ്കടപ്പെടാനുള്ള കാര്യം അല്ലല്ലോ പറഞ്ഞത്. പക്ഷെ നമ്മുടെ അമിഗ്ഡാലയ്ക്ക് അത് ത്രെറ്റ് ആയിട്ടായിരിക്കും ചിലപ്പോൾ ഫീൽ ചെയ്യുന്നത്, നമുക്ക് സങ്കടമായിരിക്കും, ചിലപ്പോൾ ദേഷ്യമായിട്ടായിരിക്കും ഫീൽ ചെയ്യുന്നത്. നമ്മുടെ ഇമോഷൻസിനെയാണ് അത്, അല്ലാതെ അതിന്റെ ലോജിക്കൊന്നും ഇത് അല്ലെ. നമ്മൾ ചിലപ്പോ എന്താണ് ഫിലിം കാണുന്നു, ഫിലിം കണ്ടിരുന്ന് കരയാറുണ്ട്, പക്ഷെ നമുക്ക് ലോജിക്കലി അറിയാം ഇത് റിയാലിറ്റി അല്ല, ഇതൊരു സംഭവമാണ്. പക്ഷെ നമ്മൾ അതിലേക്ക് ഇറങ്ങിച്ചെന്ന് നമ്മൾ ആ ഒരു സമയത്ത് ജീവിക്കുന്നത് പോലെ നിന്നിട്ട് ആ സമയത്തെ ദേഷ്യം ആ ഒരു എന്താണ് വില്ലൻ ഇടിക്കും ഇതൊക്കെയാണെങ്കിൽ നമ്മള് ആ ഇമോഷൻസിനെ നമ്മൾ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യും? ചിലപ്പോൾ ദേഷ്യപ്പെടും, ചിലപ്പോൾ സങ്കടപ്പെടും. പക്ഷെ എന്താണ് നമുക്കത് റിയാലിറ്റി അല്ലാതെ ലോജിക്കൽ മൈൻഡിനെ അറിയാമെങ്കിലും നമ്മളെ ആ ലോജിക്കൽ മൈൻഡ് അവിടെ വർക്ക് ചെയ്യുന്നില്ല. നമ്മൾക്കിടെ എന്താണ് അമിഗ്ഡാലയാണ്, നമുക്ക് ആ ഇമോഷൻസ് ആണ് അവിടെ വർക്ക് ചെയ്യുന്നത്. ഈ നമ്മൾ പറഞ്ഞ ഒരു കാര്യം എന്താണ്? ഒരു കാര്യം വരുമ്പോ എന്താണ് പ്രശ്നം രൂക്ഷമായി കഴിയുമ്പോഴാണ് അങ്ങനെ ചെയ്യേണ്ടിയിരുന്നില്ല എന്നുള്ള തോന്നൽ വരുന്നത്. അതിന് പറയുന്നത് അമിഗ്ഡാല ഹൈജാക്ക് എന്നാണ്. അതായത് ഇപ്പൊ നമ്മൾ പറഞ്ഞു ബ്രെയിനിന്റെ രണ്ട് ഭാഗങ്ങളാണ് അമിഗ്ഡാലയും പ്രിഫ്രോണ്ടൽ കോർട്ടെക്സും. അതിൽ അമിഗ്ഡാല എന്ന് പറഞ്ഞാൽ ഫുള്ളി ഇമോഷനുമായിട്ട് റിലേറ്റഡ്, മറ്റത് ലോജിക്കൽ തിങ്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പോ എപ്പോഴാണ് ഈ ലോജിക്കൽ തിങ്കിങ്ങിനെ അവിടെ നിർത്തിയിട്ട് ഇമോഷണൽ ബ്രെയിൻ മുകളിൽ വരുമ്പോഴാണ്, അതായത് സെൻസറി ഓർഗനിൽ നിന്നുള്ള ഇൻഫർമേഷൻസ് ആദ്യം വരുന്നത് തലാമസിലാണ്. തലാമസിൽ വന്നു കഴിഞ്ഞിട്ട് അവിടെ നിന്നാണ് പ്രിഫ്രോണ്ടൽ കോർട്ടെക്സിലേക്കും അവിടെ നിന്ന് അമിഗ്ഡാലയിലേക്കും പോകുന്നത്. അപ്പൊ തലാമസിൽ വരുന്ന ഇൻഫർമേഷൻസ് നോർമൽ ഇൻഫർമേഷൻ ആണ് എന്ന് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നേരെ പ്രിഫ്രോണ്ടൽ കോർട്ടെക്സിൽ പോയി ലോജിക്കൽ ബ്രെയിൻ വർക്ക് ചെയ്ത് അതിനുള്ള ഇൻഫർമേഷൻസും കാര്യങ്ങളും നമുക്ക് തരും. പക്ഷേ ഈ തലാമസിൽ വരുന്ന ഇൻഫർമേഷൻ ഇതൊരു സീരിയസ് ആണ് എന്നൊരു ജസ്റ്റ് ഒരു റിയാലിറ്റിയിൽ അത് സീരിയസ് ആണോ അല്ലയോ എന്ന് അറിയണമെങ്കിൽ ആര് വേണം? ലോജിക്കൽ ബ്രെയിൻ അത് സീരിയസ് ആണോ അല്ലയോ എന്നൊക്കെ നല്ല രീതിയിൽ ചിന്തിച്ചു കഴിയുമ്പോഴാണ് നമുക്കത് ഉള്ള ആൻസർ കിട്ടുന്നത്. പക്ഷെ ഈ തലാമസിൽ വരുമ്പോൾ തന്നെ ചില കാര്യങ്ങൾ സീരിയസ് ആണെന്നുള്ളൊരു തോട്ട് ഫീൽ ചെയ്യുകയും അത് നേരെ അമിഗ്ഡാലയിലേക്ക് പോകും. അമിഗ്ഡാലയിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ എന്താണ്? അത് ഇമോഷണൽ ബ്രെയിൻ ആണ്, അത് അതിന്റെ കൺട്രോൾ ഏറ്റെടുക്കും. അതായത് തലാമസിൽ വരുന്ന ഇൻഫർമേഷൻ സാധാരണ ലോജിക്കൽ ബ്രെയിനിൽ പോയിട്ടാണ് അമിഗ്ഡാലയിലേക്ക് വരുന്നത്. പക്ഷെ സീരിയസ് ആണെന്നുള്ളൊരു തോട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കത് ക്ലിയർ ആവണമെങ്കിൽ ലോജിക്കൽ ബ്രെയിനിൽ പോകണം. പക്ഷെ ആ പോകുന്നതിന് മുമ്പ് തന്നെ അമിഗ്ഡാല അത് ഏറ്റെടുക്കും. നമ്മുടെ ഇമോഷൻ ബ്രെയിൻ ഏറ്റെടുത്തിട്ട്, അതായത് നമ്മുടെ തിങ്കിങ് ബ്രെയിനെ ഷട്ട് ഡൗൺ ചെയ്തിട്ട് ഇമോഷണൽ ബ്രെയിൻ ഏറ്റെടുത്ത് പെട്ടെന്ന് നമ്മൾ പ്രതികരിക്കും. കാരണം നമുക്ക് ത്രെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ നമ്മളെ സഹായിക്കുക, ഹെൽപ്പ് ചെയ്യുക എന്നതാണ് അമിഗ്ഡാലയുടെ ഉദ്ദേശം. നമുക്കൊരു പ്രശ്നം വന്നാൽ നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാൻ നമ്മുടെ ബ്രെയിൻ നമ്മുടെ കൂടെ ഉണ്ട്. ഇത് നിനക്ക് ഇഷ്യൂ ആണ്, നീ ഇവിടെ നല്ല രീതിയിൽ പ്രതികരിച്ചോ അല്ലെ എന്നുള്ള ഒരു ഇൻഫർമേഷൻ നമുക്ക് തരികയും നമ്മുടെ അമിഗ്ഡാല അപ്പോൾ തന്നെ എന്താണ് സ്ട്രെസ് ഹോർമോൺസ് ആയ കോർട്ടിസോള്, അഡ്രിനാലിൻ പോലുള്ളത് നമ്മുടെ ബ്ലഡിലേക്ക് റിലീസ് ചെയ്യും. ഇത് നമ്മുടെ ബോഡി എന്താ അലേർട്ടാക്കി മാറ്റും.
അതായത് തലാമസിൽ വരുന്ന ഇൻഫർമേഷൻ സീരിയസ് ആണെന്നുള്ള അതിനെ നമ്മൾ ലോജിക്കൽ ബ്രെയിൻ കറക്റ്റ് ആക്കുന്നില്ല. അതിനു മുമ്പ് ആ ഒരു തോട്ട് വരുമ്പോൾ തന്നെ അമിഗ്ഡാല അത് ഏറ്റെടുക്കുകയും ഈ സ്ട്രെസ് ഹോർമോൺസിനെ ഉൽപ്പാദിപ്പിക്കുകയും നമ്മുടെ ബോഡിയിൽ കോർട്ടിസോള്, അഡ്രിനാലൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്കും നമ്മൾ അലേർട്ട് മോഡിലേക്ക് മാറും. തിങ്കിങ് ബ്രെയിനെ നമ്മൾ അവിടെ എന്ത് ചെയ്തു? ഷട്ട് ഡൗൺ ചെയ്തു. അതാണ് പറ്റുന്നത്. നമ്മൾ അപ്പോൾ തന്നെ പ്രതികരിക്കും. പകരം നമ്മൾ ജസ്റ്റ് ഒന്ന് പോസ് ചെയ്താൽ ഒരു 6 to 7 സെക്കൻഡ്സ് മതി നമ്മുടെ തിങ്കിങ് ബ്രെയിൻ അത് എടുക്കാൻ. ഇതിനുള്ള ഒരു ടൈം നമ്മൾ കൊടുക്കുന്നില്ല. അതിനു മുമ്പ് അമിഗ്ഡാല അതിനെ ഹൈജാക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് കരുതുന്നത്. ഇതിന്റെ സയൻസ് ആണ് പറഞ്ഞത്, അതുകൊണ്ട് ഞാൻ കുറച്ച് ഇതായിട്ട് വരും. ഈ ഹൈജാക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു, ബോഡിയിലേക്ക് കോർട്ടിസോള്, അഡ്രിനാലിൻ, സ്ട്രെസ് ഹോർമോൺസ് ബ്ലഡിലേക്ക് വന്നു കഴിയുമ്പോൾ നമ്മുടെ ഫ്ലൈറ്റ് ഓർ ഫൈറ്റ് മെക്കാനിസം, അതായത് നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുക എന്നത് നമ്മുടെ ബ്രെയിൻ അല്ലെ, നമ്മളെ ഏറ്റവും സുരക്ഷിതമായിട്ട് നിർത്തുക, ഒരു ത്രെട്ട് വന്നാൽ ഏറ്റവും സുരക്ഷിതമായിട്ട് നിർത്തുക എന്നതാണ് നമ്മുടെ ബ്രെയിനിന്റെ ഉദ്ദേശം. നമ്മുടെ കണ്ണുകളൊക്കെ വികസിച്ച് നമുക്ക്, അതായത് ഓടി രക്ഷപ്പെടണേ ഹൈ എനർജി വേണം. നമ്മുടെ ബോഡിയിൽ എനർജി ഉണ്ടാക്കി നമ്മുടെ പ്രഷറൊക്കെ കൂട്ടി നമ്മൾ ഓടി രക്ഷപ്പെടാനോ അല്ലെങ്കിൽ അതിനെ ഫൈറ്റ് ചെയ്ത് രക്ഷിക്കാനോ ഉള്ള രീതിയിലേക്ക് നമ്മുടെ ഈ അമിഗ്ഡാല ഹൈജാക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബോഡിയെ അലേർട്ടാക്കി മാറ്റും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഇൻസ്റ്റന്റ് റിയാക്ഷൻസ് പറയും. പക്ഷെ അവിടെ നമ്മുടെ ലോജിക്കൽ ബ്രെയിൻ വർക്ക് ചെയ്യാനുള്ള ഒരു ടൈം കിട്ടിയിട്ടില്ല. പകരം നമ്മള് ആ ലോജിക്കൽ ബ്രെയിന് വർക്ക് ചെയ്യാൻ, ഇത് സീരിയസ് ത്രെറ്റ് ഒന്നും ആയിരിക്കില്ല, പക്ഷെ ആ ഒരു ലോജിക്കൽ ബ്രെയിൻ വർക്ക് ചെയ്യാനുള്ള ടൈം നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും? അമിഗ്ഡാലയുടെ ആ ഒരു വർക്കിംഗ് അവിടെ സ്റ്റോപ്പ് ആവുകയും, കാരണം നമ്മുടെ അമിഗ്ഡാലയ്ക്ക് പ്രശ്നം ഒന്നുമില്ല, നമുക്ക് വേറെ പ്രോബ്ലം ത്രെറ്റ് ഒന്നും ഇല്ല എന്നുള്ള ഒരു ഫീലിംഗ് വന്നിട്ടുണ്ടെങ്കിൽ അമിഗ്ഡാല പിന്നെന്താണ്? നേരെ തിരിച്ച് നമ്മുടെ ബോഡിയെ നേരെ ഓപ്പോസിറ്റ് രീതിയിലേക്ക്, അതായത് ബോഡിയെല്ലാം റിലാക്സ് ആക്കി നമുക്ക് ആ ഒരു അലേർട്ട് മോഡിൽ നിന്ന് നേരെ റിലാക്സ് മോഡിലേക്ക് നമ്മളെ ഷിഫ്റ്റ് ചെയ്യും. അതായത് ഈ ഹോർമോൺസിനെല്ലാം കളഞ്ഞ് നമ്മളെ ഹെൽപ്പ് ചെയ്യും. നമ്മുടെ അമിഗ്ഡാല ഹൈജാക്ക് സംഭവിക്കുന്ന ടൈമിലാണ് അലേർട്ട് മോഡിൽ ഇരിക്കുന്നത്. അപ്പോഴാണ് നമുക്ക് ഇൻസ്റ്റന്റ് റിയാക്ഷൻസ് ചെയ്യുന്നത്. ഈ ഇൻസ്റ്റന്റ് റിയാക്ഷൻ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി നമ്മളെ ഈ അമിഗ്ഡാല ഹൈജാക്കിനെ നമ്മൾ എന്ത് ചെയ്യണം? സ്റ്റോപ്പ് ചെയ്യേണ്ട ആവശ്യം ഉണ്ട്. അതിന് ഫസ്റ്റ് ചെയ്യേണ്ടത് ജസ്റ്റ് ഒരു പോസ്. നമ്മൾ പറയും പലപ്പോഴും ആ ഒരു നമ്മൾ അമിഗ്ഡാല ഹൈജാക്ക് ചെയ്യുമ്പോൾ നമ്മൾ ലോജിക്കലി ജസ്റ്റ് ഒന്ന് പോസ് ചെയ്യുക. ആ ഒരു പെട്ടെന്നാണ് ഒരു ദേഷ്യം വരുന്നത്. നമ്മൾ പറഞ്ഞില്ലേ, നെക്സ്റ്റ് മൊമെന്റിൽ അയ്യോ വേണ്ടിയിരുന്നില്ല എന്ന് നമ്മൾ ചിന്തിക്കാറുണ്ട്. പോസ് ചെയ്യുമ്പോ അവിടെ ഒരു 5 to 6 സെക്കൻഡ്സ് മതി നമ്മുടെ ലോജിക്കൽ ബ്രെയിന് വർക്ക് ചെയ്യാൻ. അപ്പൊ ആ ലോജിക്കൽ ബ്രെയിൻ വർക്ക് ചെയ്യാനുള്ള ഒരു പോസ് ആണ് നമ്മൾ കൊടുക്കേണ്ടത്. നമ്മളൊന്ന് പോസ് ചെയ്ത് കഴിയുമ്പോൾ ഈ ഇൻഫർമേഷൻ നമ്മുടെ ലോജിക്കൽ ബ്രെയിനിലേക്ക് പോകും. ഇതിനുള്ള ആൻസർ ഇങ്ങനെ പറഞ്ഞാൽ മതി, ഇത് അത്ര വലിയ പ്രശ്നമല്ല, ഒരു ത്രെട്ട് അല്ല എന്നുള്ള ഇൻഫർമേഷൻ കിട്ടുകയും നമ്മുടെ അമിഗ്ഡാലയ്ക്ക് മനസ്സിലായ ഇത് ത്രെട്ട് അല്ല എന്ന് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് മെക്കാനിസം മാറി നേരെ നമ്മളെ സേഫ് മോഡ്, നമ്മളെ റിലാക്സ് മോഡിലേക്ക് മാറും. ജസ്റ്റ് ഒന്ന് പോസ് ചെയ്യുക, നമ്മളൊരു ഡീപ്പ് ബ്രീത്ത് എടുക്കുക. നമുക്ക് ഈ ഒരു പെട്ടെന്നുള്ള പൊട്ടിത്തെറി നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. അതുപോലെ നമ്മുടെ ബ്രീത്തിങ് ടെക്നിക്സ്, ഈ ഒരു സമയം നമ്മുടെ ലോജിക്കൽ ബ്രെയിന് വർക്ക് ചെയ്യാനുള്ള ഒരു സമയം കൊടുക്കാനാണ് നമ്മൾ നോക്കേണ്ടത്. ആ സമയം കൊടുക്കാൻ ഒന്ന് പോസ് ചെയ്യുക. നമ്മൾ ബ്രീത്തിങ് ടെക്നിക്സ്, അപ്പൊ ഇതിലെല്ലാവരും മെഡിറ്റേഷൻ ഒക്കെ ചെയ്യുന്നവരാണ്, അപ്പൊ അവർക്ക് ബ്രീത്തിങ് ടെക്നിക്സുകൾ അറിയായിരിക്കും. പല ടൈപ്പുള്ള ബ്രീത്തിങ് ടെക്നിക്സ് ഉണ്ട്. നമ്മൾ 4 സെക്കൻഡ് ഉള്ളിലേക്ക് ഇൻഹെയിൽ ചെയ്യുക, ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്യുക, എക്സെയിൽ ചെയ്യുക. പല രീതിയിലുള്ള ബ്രീത്തിങ് ടെക്നിക്സ് ഉണ്ട്. അപ്പൊ നമ്മൾ ഈ ബ്രീത്തിങ് ടെക്നിക്സ് ചെയ്യുന്നത് ഏറ്റവും സിമ്പിൾ ആണ്. ഇത് ജസ്റ്റ് ഇൻഹെയിൽ, ഹോൾഡ് ചെയ്യുക, എക്സെയിൽ ചെയ്യുക, അല്ലെങ്കിൽ ഒന്ന് പോസ് ചെയ്യുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മുടെ ലോജിക്കൽ ബ്രെയിന് വർക്ക് ചെയ്യാനുള്ള ടൈമാണ് കിട്ടുന്നത്. അതുപോലെ നമ്മൾ മൈൻഡ്ഫുൾനെസ് ആയിട്ടിരിക്കുക, നമ്മുടെ തോട്ടിൽ അവെയർ ആവുക, എക്സസൈസ് ചെയ്യുക, ടൈം മാനേജ് ചെയ്യുക, ഇങ്ങനെ പല കാര്യങ്ങളും ചെയ്ത് നമ്മളെ ഈ ഒരു സ്ട്രെസ് അല്ലെങ്കിൽ ഈ അമിഗ്ഡാലയുടെ ഹൈജാക്ക് നമുക്ക് എന്ത് ചെയ്യാം? ഒന്ന് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും. അത് നമുക്ക് സ്ട്രെസ് പറഞ്ഞ് 2 രീതിയിലാണെന്ന് പറഞ്ഞു.
നമുക്ക് പ്രൊഡക്റ്റീവായിട്ട് ഉപയോഗിക്കാവുന്ന ഗുഡ് സ്ട്രെസ്സും ഉണ്ട്, ബാഡ് സ്ട്രെസ്സും ഉണ്ട്. ബാഡ് സ്ട്രെസ് ഇങ്ങനെ പ്രൊളോങ്ഡ് ആയിട്ട് നിൽക്കുമ്പോൾ അത് നമ്മുടെ ബോഡീനെ ബാധിക്കും. പിന്നെ നമുക്ക് സംഭവിക്കുന്നതാണ് പെട്ടെന്ന് പല കാര്യത്തിലും ചാടി ഇടപെട്ട് ആ ഒരു പ്രശ്നം വഷളാകുന്നത്. അവിടെ നമ്മൾക്ക് എന്താണ് സംഭവിക്കുന്നത്? നമ്മുടെ ഇമോഷണൽ ബ്രെയിൻ അഥവാ അമിഗ്ഡാല നമ്മളെ ഹൈജാക്ക് ചെയ്യുന്നതാണ്. അവിടെ നമ്മുടെ ലോജിക്കൽ ബ്രെയിൻ വർക്ക് ചെയ്യാണ് വേണ്ടത്. ഈ ലോജിക്കൽ ബ്രെയിൻ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്താണ്? ജസ്റ്റ് പോസ് ചെയ്യാം, ബ്രീത്ത് ചെയ്യാം, അല്ലെങ്കിൽ മൈൻഡ്ഫുൾനെസ് ആയിട്ട് ഇരിക്കാം, അവെയർ ആയിട്ട് ഇരിക്കാം, എക്സസൈസ് ചെയ്യാം. ജസ്റ്റ് ആ ഒരു സ്ഥലത്ത് നിന്ന് ഒന്ന് നമ്മുടെ തോട്ടൊന്ന് ഡൈവേർട്ട് ചെയ്ത് വിടാം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് എന്താണ്? ഇതിൽ നിന്ന് എഫക്റ്റീവായിട്ട്, ഈ അമിഗ്ഡാല ഹൈജാക്കിൽ നിന്ന് എഫക്റ്റീവായിട്ട് രക്ഷപ്പെടാൻ സാധിക്കും. അപ്പൊ നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ടത് നമുക്ക് എത്രത്തോളം നമ്മുടെ ബോഡി സയൻസ് തരുന്നുണ്ടാവും, നമുക്ക് സ്ട്രെസ് ഉണ്ടോ, നമ്മുടെ പ്രോബ്ലം എന്താണ് എന്ന്. പലപ്പോഴും നമ്മൾ എന്ത് ചെയ്യും? ബോഡിയുടെ ഈ സയൻസിനെയും സിംറ്റംസിനെയും ഒക്കെ നമ്മൾ ഇഗ്നോർ ചെയ്ത് കളയുകയാണ്. ഒരിക്കലും ഇഗ്നോർ ചെയ്ത് കളയാതെ ഇതിന്റെ റീസൺ എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ മുന്നോട്ട് പോകണം. അല്ലെങ്കിൽ എന്താണ്? നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തെ തന്നെ ബാധിച്ചിട്ട് നമുക്ക് പല അസുഖങ്ങളും നമ്മളെ ബാധിക്കാനുള്ള കാരണമുണ്ട്. പലർക്കും പല സ്കിൻ ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ വരാറുണ്ട്. അതിനുള്ള റീസൺ അല്ലെങ്കിൽ വയറിന്റെ പ്രോബ്ലം, എനിക്ക് ഇത് വരാനുള്ള കാരണം ഒന്നും ഇല്ല, പക്ഷെ ഇതായിരിക്കും നമ്മുടെ കുറെ നാളത്തെ ദീർഘകാലത്തെ സ്ട്രെസ് ആയിരിക്കും ഈ അസുഖങ്ങളിലേക്ക് നമ്മൾ കൊണ്ടെത്തിച്ചേക്കണം. നമ്മൾ ആ ഒരു രീതിയിൽ സ്ട്രെസ്സിനെ ചിന്തിക്കാറ് ഇല്ല. പക്ഷെ നമ്മൾ അതിനെ എന്ത് ചെയ്യണം? വ്യക്തമായിട്ട് അത് മനസ്സിലാക്കിയിട്ട് അതിന് വേണ്ട എന്താണോ റെമഡി അത് കറക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രൊഡക്റ്റീവായിട്ട് നമ്മുടെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. അതുപോലെ നമ്മുടെ ഈ ടൈം മാനേജ്മെന്റ്, പലപ്പോഴും നമ്മൾ ടൈം മാനേജ്മെന്റ് കറക്റ്റ് അല്ല എന്ന് പറയുന്നതിന് മെയിൻ റീസൺസ് നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇഗ്നോർ ചെയ്യുകയാണ്. നമ്മുടെ ടൈം മാനേജ്മെന്റ് വരുന്നത് എന്താണ്? നമ്മുടെ എനർജി മാനേജ്മെന്റ് കറക്റ്റ് ആയിട്ട് ചെയ്യുമ്പോൾ, ഈ പറഞ്ഞ സ്ട്രെസ് വരുമ്പോൾ നമ്മുടെ എനർജിയിലുള്ള ഇതാണ്, നമ്മൾ കൂടുതൽ സമയം വർക്ക് ചെയ്തു, നമുക്ക് റെസ്റ്റ് ആവശ്യമുണ്ട്. നമ്മൾ പലപ്പോഴും എന്താണ്? ഓ, ടൈം ഇല്ലല്ലോ എന്ന് കരുതി നൈറ്റ് റെസ്റ്റ് എടുക്കാതെയൊക്കെ നമ്മൾ ആ വർക്ക് നടത്തും. അപ്പൊ നമ്മൾ എന്താണ്? നമ്മുടെ ബോഡി വീണ്ടും എനർജി കുറഞ്ഞിട്ട് നമുക്ക് എന്താണ്? സമയം കൂടുതൽ വേണം. നമ്മുടെ ബോഡി ഹൈ പ്രൊഡക്റ്റീവ് ആയിട്ടിരിക്കുന്ന സമയത്ത് ഒരു കാര്യം ചെയ്താൽ കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. കാരണം ടൈം മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ ടൈം ആകെ കൂടെ എന്താണ്? 24 അവർ ഉള്ളൂ. അത് കൂടുതലും ഇല്ല, കുറവും ഇല്ല. പക്ഷെ നമുക്ക് എനർജി കൂട്ടുകയും ചെയ്യാം, കുറയ്ക്കുകയും ചെയ്യും. കുറവും വരുന്ന സമയങ്ങളുണ്ട്. അതായത് നമ്മൾ ഹൈ എനർജിയിൽ, അതായത് നമുക്ക് വേണ്ട പ്രോപ്പർ റെസ്റ്റ്, ഫുഡ്, എക്സസൈസ് ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബോഡി എന്താണ്? അതുപോലെ മെന്റലി നമ്മൾ എന്താണ്? സ്റ്റേബിൾ ആയിട്ട് നിൽക്കുമ്പോൾ ഹൈ പ്രൊഡക്റ്റീവ് ആയിരിക്കും കുറഞ്ഞ സമയം കൊണ്ട്. അതായത് നമ്മൾ ഫോക്കസ്ഡ് ആയിട്ട് ഒരു കാര്യം ചെയ്താൽ നമുക്ക് കുറച്ച് സമയം മതി ആ കാര്യം ചെയ്യാൻ. പകരം ആ സെയിം സംഭവം തന്നെ നമ്മൾ ഫോക്കസ് അല്ലാതെ ചെയ്യുന്ന സമയത്ത് ആദ്യം ചെയ്തു, ഒന്ന് തെറ്റിപ്പോയി, വീണ്ടും ചെയ്തു, തെറ്റിപ്പോയി, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരും. അപ്പൊ ടൈം മാനേജ്മെന്റ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ എനർജി മാനേജ്മെന്റ് ആണ്. അല്ലാതെ 24 മണിക്കൂർ ഉള്ളതിനെ കൂട്ടാൻ നമുക്ക് സാധിക്കില്ല. പക്ഷെ ആ 24 മണിക്കൂർ ഇഫക്റ്റീവായിട്ട് നമ്മൾ യൂസ് ചെയ്യണമെങ്കിൽ നമ്മൾ അതായത് ഇങ്ങനെ സ്ട്രെസ്സിൽ നിന്ന് ചെയ്യുന്നതിന് പകരം അത് കറക്റ്റ് ആയിട്ട് പ്രോപ്പർ ആയിട്ട് ഒരു ഡെഡ് ലൈൻ എത്തുന്നതിന് മുമ്പ് നമ്മളൊരു കാര്യം ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ എന്തുണ്ടാവും? നമുക്ക് സ്ട്രെസ് കുറയ്ക്കാം. ഓരോ കാര്യത്തിലും നമുക്ക് എന്താണ്? ആ സ്ട്രെസ് ഒഴിവാക്കി എനർജി നശിപ്പിക്കാതെ നമ്മൾ നല്ല രീതിയിൽ എഫക്റ്റീവായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഹൈലി പ്രൊഡക്റ്റീവായിട്ട് യൂസ് ചെയ്യാൻ സാധിക്കും. കൺട്രോൾ യുവർ മൈൻഡ് ഓർ യുവർ മൈൻഡ് വിൽ കൺട്രോൾ യു. എന്താണ്? നിങ്ങളാണോ നിങ്ങളുടെ മൈൻഡിനെ കൺട്രോൾ ചെയ്യേണ്ടത്, അതോ മൈൻഡ് ആണോ നിങ്ങളെ കൺട്രോൾ ചെയ്യേണ്ടത്? നമ്മൾ നമ്മുടെ മൈൻഡിനെ കൺട്രോൾ ചെയ്യാതായിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മുടെ മൈൻഡ് നമ്മളെ കൺട്രോൾ ചെയ്യാൻ വരും. സ്ട്രെസ് എന്താണ്? സ്ട്രെസ് വിൽ ഓൾവേസ് ബി ദ പാർട്ട് ഓഫ് ലൈഫ്. നമ്മുടെ ലൈഫിന്റെ പാർട്ടാണ് സ്ട്രെസ്. പക്ഷെ ഇതിൽ നിന്ന് സഫർ ചെയ്യുക എന്നത് നമ്മുടെ ചോയ്സ് ആണ്. സ്ട്രെസ് നമുക്ക് പറഞ്ഞു എന്താണ്? നമ്മൾ അലേർട്ട് മോഡിലാക്കി ഹൈലി പ്രൊഡക്റ്റീവ് ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഗുഡ് ആയിട്ടുള്ള ഒരു സംഭവം തന്നെയാണ്. പക്ഷെ അത് ലോങ് ടൈം നിൽക്കുമ്പോഴാണ് നമുക്കത് നെഗറ്റീവായിട്ട് വരുന്നത്. സ്ട്രെസ് നമ്മുടെ പാർട്ടാണ്, പക്ഷെ അതിൽ നിന്ന് നമ്മൾ സഫർ ചെയ്യുക എന്നത് നമ്മുടെ ചോയ്സ് ആണ്. ഒരിക്കലും നമുക്ക് ഒരു സിറ്റുവേഷൻസ്, പല സിറ്റുവേഷൻസും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. പക്ഷെ
അല്ലെ? നമ്മൾ മുഖത്ത് ശുണ്ഠിയാണ്, ഞാൻ പൊട്ടിത്തെറിച്ചു പോയി എന്ന് പറയുന്നതിന് പകരം അവിടെ നല്ല രീതിയിൽ റെസ്പോൺസ് ചെയ്യാൻ നമുക്ക് സാധിക്കും. റിയാക്ട് ചെയ്യാതെ റെസ്പോണ്ട് ചെയ്യാൻ സാധിക്കും. അതായത് ഒരു സിറ്റുവേഷൻ വളരെ സിവിയറോ കാര്യമോ, അത് സിറ്റുവേഷൻ ഉണ്ടാകുക, ക്രിയേറ്റ് ചെയ്യുക, അത് നമ്മളുടെ കയ്യിലുണ്ടതല്ല. പക്ഷെ ആ സിറ്റുവേഷനിൽ നമ്മൾ പൊട്ടിത്തെറിക്കാതെ പെട്ടെന്ന് ദേഷ്യപ്പെട്ട് കഴിഞ്ഞിട്ട് അയ്യോ ഇത് വേണ്ടിയിരുന്നില്ല എന്നുള്ള തോട്ടിലേക്ക് പോകാതെ ആ ഒരു സിറ്റുവേഷൻസിനെ ഏറ്റവും നല്ല രീതിയിൽ റിയാക്ട് ചെയ്യാതെ റെസ്പോൺസ് ആയിട്ട് നിന്ന് നമുക്ക് നല്ല രീതിയിൽ പ്രതികരിക്കാൻ സാധിക്കുന്നത് നമുക്ക് കൺട്രോൾ, നമ്മുടെ മൈൻഡിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കുമ്പോഴാണ്. അപ്പൊ നമ്മുടെ മൈൻഡിൽ നമ്മൾ കൺട്രോൾ ചെയ്യാൻ മാസ്റ്റർ ആയിരിക്കണം. കൺട്രോൾ ചെയ്യല്ല, നമ്മുടെ മൈൻഡിനെ നമുക്ക് നല്ല രീതിയിൽ അലൈൻ ചെയ്ത് ലൈഫില് പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ അലൈൻ ചെയ്ത് കൊണ്ടുപോവാൻ നമുക്ക് സാധിക്കണം. ഒരിക്കലും അതെന്താണ്, ആ മൈൻഡ് നമ്മളെ കൺട്രോൾ ചെയ്യാൻ നമ്മൾ വിട്ടുകൊടുക്കരുത്. നമ്മളെന്താണ് എപ്പോഴും അതിനെ പ്രോപ്പർ ആയിട്ട് കെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രൊഡക്റ്റീവ് ആയിട്ട് തന്നെ നിൽക്കാൻ സാധിക്കും. അപ്പോ എല്ലാവർക്കും നന്ദി. നിങ്ങൾക്ക് ഈ ഒരു കാര്യം സ്ട്രെസ് എങ്ങനെ മാനേജ് ചെയ്യാം എന്ന്, അതായത് പൊട്ടിത്തെറിക്കുന്ന സമയങ്ങളിൽ എങ്ങനെ നമുക്ക് അതിൽ നിന്നും മാറാം എന്ന് മനസ്സിലാക്കാൻ എല്ലാവർക്കും കഴിഞ്ഞു എന്ന് വിചാരിക്കുന്നു. എല്ലാവരുടെ ലൈഫിലും എല്ലാവരും പറയുന്ന ഒരു ഇതാണ്, ആ സമയത്ത് അറിയാതെ പറഞ്ഞു പോയതാണ്, അല്ലെങ്കിൽ ആ ഒരു ഇൻസിഡന്റ് അങ്ങനെ ആയിപ്പോയി, വേണ്ടിയിരുന്നില്ല എന്നുള്ള. ഇനി നമ്മുടെ ലൈഫിൽ അങ്ങനെ ഒരു വാക്ക് വരാതെ നമ്മളെ പ്രൊഡക്റ്റീവായിട്ട് നമ്മുടെ സ്ട്രെസ്സിനെ മാറ്റിയിട്ട് നമ്മൾ ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകാൻ എവർക്കും സാധിക്കട്ടെ. എല്ലാവർക്കും ഒരു നല്ല ശുഭദിനം ആശംസിക്കുന്നു. ലൈഫില് സ്ട്രെസ്സിനെ നല്ല രീതിയിൽ കൺട്രോൾ ചെയ്ത് മുന്നോട്ട് പോകാൻ എവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. എന്തെങ്കിലും ഇതേക്കുറിച്ച് സംസാരിക്കാനുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഷെയർ ചെയ്യാവുന്നതാണ്. താങ്ക് യു എവരിബഡി. താങ്ക് യു മാം. നല്ലൊരു ക്ലാസ് ആയിരുന്നു മാം സ്ട്രെസ്സിനെ കുറിച്ച്. ഫീഡ്ബാക്ക് പറഞ്ഞോളൂ. ഫീഡ്ബാക്ക് പറയാനായി എല്ലാവരെയും ക്ഷണിക്കുന്നു. Hi, ma'am. Good morning. പറഞ്ഞോളൂ സർ. നല്ലൊരു ക്ലാസ് ആയിരുന്നു. സ്ട്രെസ്സിനൊക്കെ നമുക്ക് സയന്റിഫിക്കലായിട്ട് അത് വ്യക്തമായി പറഞ്ഞത് അമിഗ്ഡലയുടെ പ്രവർത്തനങ്ങളാണ്, നമുക്ക് എങ്ങനെ സ്ട്രെസ് റെഡ്യൂസ് ചെയ്യാം. നമ്മൾ വോയിസ് ക്ലിയർ ആകുന്നില്ല കേട്ടോ. കേൾക്കാമോ? ഇപ്പൊ ക്ലിയർ ആണ്. നമ്മൾ ഡിമാറ്റിക്കാരി മിക്കവാറും ബ്രീത്ത് ടെക്നിക്കാണ് എടുക്കാറ്. ഇങ്ങനെ കുറച്ച് വിഷയങ്ങൾ വരുമ്പോൾ നമ്മളെ കൺട്രോൾ ചെയ്ത് ഒന്നും കൂടി നമുക്ക് ഓർമ്മപ്പെടുത്തി എല്ലാ ഭാഗങ്ങളും തലച്ചോറിന്റെ എല്ലാ ഭാഗങ്ങളും ടെസ്റ്റ് ചെയ്ത് ഓർമ്മയുടെ പ്രവർത്തനങ്ങളെ താങ്ക് യു വെരി മാജിക് മോർണിംഗ്. കേൾക്കാമോ മാഡം? കേൾക്കാം, പറഞ്ഞോളൂ. നല്ലൊരു ക്ലാസ് ആയിരുന്നു മാഡം. എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു ഹെൽപ്ഫുൾ ആയ ക്ലാസ് ആയിരുന്നു. കാരണം ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം എനിക്കുണ്ട്. പെട്ടെന്ന് ദേഷ്യം വരിക, പെട്ടെന്ന് പൊട്ടിത്തെറിക്കുക, ചെയ്തതിന് ശേഷം പിന്നെ ആലോചിക്കുകയോ അത് വേണ്ടിയിരുന്നില്ല എന്നുള്ളതൊക്കെ. പിന്നെ ഇപ്പൊ ഈ ക്ലാസ്സിൽ പറഞ്ഞതിന് ശേഷം ഇപ്പൊ കുറെയൊക്കെ അത് മാറിയിട്ടുണ്ട്. എങ്കിലും എന്റെ സ്ട്രെസ്സില് മാഡം പറഞ്ഞതുപോലെ എനിക്ക് അവസാനം കിട്ടിയ ഒരു അസുഖമാണ്, എനിക്ക് ന്യൂറോ പ്രശ്നം വന്നു. ഞാനിപ്പോ 26 വർഷമായിട്ട് ന്യൂറോ പ്രശ്നത്തിന് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു സമയത്തുണ്ടായ സ്ട്രെസ് അത് എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാതെ വന്നപ്പോൾ എന്നെ കൊണ്ടെത്തിച്ചത് ആ ഒരു പ്രശ്നത്തിലാണ്. ന്യൂറോ പരമായി പ്രശ്നത്തിലായി. അങ്ങനെ അതിന്റെ ബുദ്ധിമുട്ടിലാണ് ഇപ്പോഴും. പക്ഷെ ഇപ്പൊ അത് കുറെയൊക്കെ എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷെ മെഡിസിൻ ഇതുവരെ നിർത്താൻ പറ്റിയിട്ടില്ല. അതെപ്പോഴും തുറന്നുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. കാരണം അത് അത്രമേൽ സ്ട്രെസ് ആയിരുന്നു എനിക്ക് ആ ടൈമിൽ. അപ്പൊ അത് എങ്ങനെയാണ് അത് കൺട്രോൾ ചെയ്യേണ്ടത്, നമ്മൾ ഒരു മിനിറ്റ് ഒന്ന് ആലോചിച്ചിട്ട്, ഇപ്പോ ഞാൻ പെട്ടെന്ന് അങ്ങനെ പ്രതികരിക്കാറില്ല. ഒരു മിനിറ്റ് ആലോചിക്കും, അല്ലെങ്കിൽ ഞാനത് പ്രതികരിക്കാതിരിക്കും. അങ്ങനെയാണ് ഇപ്പൊ ചെയ്യുന്നത്. അപ്പോ അങ്ങനെ നമ്മൾ ഒരു മിനിറ്റ് ആലോചിച്ചതിന് ശേഷം നമ്മൾ അതിനെ പ്രതികരിച്ചു കഴിഞ്ഞാൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവാതെ പോകാൻ പറ്റും എന്നുള്ളത്
എനിക്ക് മനസ്സിലായി. അതിന്റെ കുറച്ച് മുമ്പ് തന്നെ എനിക്ക് മനസ്സിലായി തുടങ്ങിയതാണ്. പക്ഷെ ഇപ്പൊ മാഡം പറഞ്ഞപ്പോൾ അത് കുറെ കൂടെ കാര്യങ്ങൾ എനിക്കത് ക്ലിയർ ആയി. നമുക്ക് സയൻസ് പരമായി മാഡം പറഞ്ഞത് മുഴുവൻ പിടികിട്ടിയില്ലെങ്കിലും കുറെ കാര്യങ്ങൾ മനസ്സിലായി. നമ്മളതിനെയൊക്കെ ഹൈജാക്ക് ചെയ്ത് അത് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഒരു പരിധി വരെ അത് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളത് മനസ്സിലായി. എനിക്ക് എന്തായാലും വളരെ ഉപയോഗമുള്ള ക്ലാസ് ആയിരുന്നു മാഡം. താങ്ക് യു വെരി മച്ച്. താങ്ക് യു ഇതുപോലെ മാം. ഇപ്പോ പലർക്കും സംഭവിക്കുന്നതാണ്. ഞാൻ പറഞ്ഞില്ല, എന്റെ ലൈഫിലെ ഒരു കാര്യം പോലും പറഞ്ഞു, എനിക്കത് സ്ട്രെസ് ആയിട്ട് പലപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മുടെ ബോഡി നമുക്ക് സയൻസ് തരുന്നുണ്ട്, നമ്മൾ അത് ഇഗ്നോർ ചെയ്യുമ്പോഴാണ് അത് വലിയ രോഗങ്ങളിലേക്ക് എത്തിപ്പെടുന്നത്. ആ തുടക്കത്തിലെ തന്നെ ഈ പറഞ്ഞ പോലെ മൈൻഡ്ഫുൾനെസ് അല്ലെങ്കിൽ ബ്രീത്തിങ് ടെക്നിക്സ് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്ത് നമ്മൾ ആ സ്ട്രെസ് ഒന്ന് കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ചില ഇഷ്യൂസിൽ നമ്മൾ അവിടെ നിന്ന് ആ ഒരു സിറ്റുവേഷൻസ് നിന്ന് മാറിയാൽ മാത്രമായിരിക്കും ചിലപ്പോൾ നമുക്ക് സ്ട്രെസ് മാറ്റാൻ സാധിക്കുന്നത്. അപ്പൊ നമ്മൾ ആ സിറ്റുവേഷൻസിൽ നിന്നൊന്ന് മാറി നമ്മളെ ഒന്ന് സെറ്റ് ആക്കിയിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ പോകാൻ പറ്റും. എല്ലാവർക്കും സംഭവിക്കുന്നത് ഈ സ്ട്രെസ്സിന്റെ സയൻസ് നമ്മുടെ ബോഡി കാണിക്കുമ്പോൾ അതിനെ നമ്മൾ ഇഗ്നോർ ചെയ്ത് വിടുമ്പോഴാണ് അത് വലിയ രീതിയിലേക്ക് പ്രശ്നത്തിലേക്ക് ആയി പോകുന്നത്. അപ്പൊ ഇതൊരു ഉപകാരമായി എന്നറിഞ്ഞതിൽ വളരെ സന്തോഷം. താങ്ക് യു മാം. മാം, ഈ സ്ട്രെസ് വരുന്ന സമയത്ത് നമ്മൾ അതിനെ ബോധപൂർവം ശ്രദ്ധിച്ചുകൊണ്ട് ചെയ്യണം അല്ലേ? പെട്ടെന്ന് നമ്മൾ ചില സമയത്ത് അങ്ങ് പൊട്ടിത്തെറിച്ചു പോകും. അപ്പൊ നമ്മൾ ഇതിനെ ഒരു അവെയർ ആക്കിക്കൊണ്ടല്ലേ, ബോധപൂർവം ശ്രദ്ധിച്ചുകൊണ്ട് നമ്മൾ ഡീപ്പായിട്ട് ബ്രത്ത് ചെയ്യുക, പിന്നെ ബ്രത്തിങ് ടെക്നിക്ക് ഒക്കെ ചെയ്യണം അല്ലേ? അതായത് താങ്ക് യു മാം. അതായത് ഷംനാമ, നമുക്ക് സ്ട്രെസ് വരുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഈ അമിഗ്ഡാല ഹൈജാക്ക്, ആ ഒരു ഹൈജാക്ക് മാറ്റാൻ ഒരു 6 to 7 സെക്കൻഡിന്റെ ആവശ്യമുള്ളൂ. ആ ഒരു 6 to 7 സെക്കൻഡ് നമ്മളൊന്ന് പോസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് അവിടെ ഒരു അമിഗ്ഡാല ഹൈജാക്ക് എന്ന് പറയുന്ന പ്രോബ്ലം ഉണ്ടാവുന്നില്ല. ഈ പൊട്ടിത്തെറിക്കുക എന്നുള്ള പറയുന്ന പ്രശ്നം ഉണ്ടാവുന്നില്ല. ആ ഒരു 6 to 7 സെക്കൻഡ് നമ്മൾ പോസ്റ്റ് ചെയ്യാത്തപ്പോഴാണ് ആ ഒരു ജസ്റ്റ് ഒരു ബ്രീത്ത് എടുക്കുക. ഒരു ബ്രീത്ത് എടുക്കുമ്പോഴത്തേക്കും ആ നമ്മുടെ ലോജിക്കൽ ബ്രെയിൻ വർക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യും. അവിടെ നമുക്ക് പ്രശ്നം സോൾവ് ചെയ്യാൻ പറ്റും. ഇനി ലോങ് ടൈമിൽ നമുക്ക് സ്ട്രെസ് നിൽക്കുന്നവർക്കാണ് പറഞ്ഞത്, നമ്മൾ മെഡിറ്റേഷൻ പോലുള്ള കാര്യങ്ങൾ ചെയ്ത് നമുക്ക് ആ സ്ട്രെസ് നിന്ന് മാറേണ്ട സാഹചര്യം ഉണ്ടെങ്കിൽ ആ സാഹചര്യത്തിൽ നിന്ന് മാറി നമുക്ക് സ്ട്രെസ്, ഈ ഒരു സാഹചര്യം നമ്മളെ സ്ട്രെസ് ആക്കുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ട് നമ്മൾ അവിടെ നിന്ന് എന്ത് ചെയ്യാം, മാറുക. നിങ്ങളിപ്പോ രാവിലെ എല്ലാവരും മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് എന്താണ്, ഈ ലോങ് ടൈം സ്ട്രെസ്സിൽ നിന്ന് പോകാനുള്ള ഒരു നല്ല ടൂൾ തന്നെയാണ് മെഡിറ്റേഷൻ, മൈൻഡ്ഫുൾനെസ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇങ്ങനെ നമുക്ക് ആ സ്ട്രെസ്, ഒരുപാട് ടൂൾസ് ഉണ്ടല്ലോ ഈ സ്ട്രെസ്സിൽ നിന്ന് റിലീസ് ആവാൻ. നമുക്ക് സ്ട്രെസ് ഉണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കി അത് ഏത് രീതിയിലാണോ അതിനെ ചേഞ്ച് ചെയ്യേണ്ടതെന്ന് നമുക്ക് തന്നെ ലൈഫിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ആ രീതിയിലേക്ക് ഒന്ന് ചേഞ്ച് ആയാൽ മാത്രം മതി. നമ്മുടെ ആ ഒരു ലൈഫ് സ്റ്റൈല് അല്ലെങ്കിൽ ആ സിറ്റുവേഷൻ ഒന്ന് ചേഞ്ച് ചെയ്താൽ തീരാവുന്നതേ ഉണ്ടാവുള്ളൂ ആ ഒരു സ്ട്രെസ്സിനുള്ള കാരണം. ഗുഡ് മോർണിംഗ് ഷബാസ് മാം. വണ്ടർഫുൾ ക്ലാസ്. അതായത് ഇതാണ് നമുക്ക് ബി മാജിക് നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നത്, ഇതാണ്. അതായത് എനിക്കും അതേപോലെ ഭയങ്കര ഇമോഷണൽ, പെട്ടെന്ന് ഇമോഷണൽ ആവുന്ന ഒരു ആളായിരുന്നു ഞാൻ. പക്ഷെ നമുക്ക് അതിനെ എങ്ങനെ ഓവർകം ചെയ്യണം എന്നുള്ളത് നമുക്ക് ശരിക്കും ബി മാജിക്കിൽ വന്നതിന് ശേഷമാണ് മനസ്സിലായത്. അല്ലെങ്കിൽ പറയണ പോലെ നമുക്ക് ലോങ് ടൈം ഉള്ള ആ ഒരു സ്ട്രെസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും എനിക്കൊക്കെ പറഞ്ഞാൽ ശരിക്കും ബോഡിയിലേക്ക് അത് ബാധിച്ചിരുന്നു. ചിലപ്പോൾ കൈവേദനയും വയറിന് പ്രശ്നം, മാം പറഞ്ഞിട്ടുള്ള പ്രോബ്ലംസ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ഡോക്ടേഴ്സിന്റെ അടുത്ത് കൺസൾട്ടിങ്ങിന് ചെല്ലുന്ന സമയത്ത് ഒരു വിഷയമില്ല, നിങ്ങൾക്ക് അങ്ങനെയുള്ള ഒരു വിഷയമില്ല. പിന്നെ നമുക്ക് ഇങ്ങനെ ബി മാജിക്കിൽ വന്നതിന് ശേഷമാണ് നമ്മുടെ ഉള്ളിലത്തെ സ്ട്രെസ്സാണ് നമുക്ക് ഉള്ളത്. ചെറിയ ചെറിയ ക്ലാസ്സുകളൊക്കെ നമുക്ക് ഇഷ്ടം പോലെ കിട്ടിയിട്ടുണ്ട്. പക്ഷെ മാമിന്റെ ഇന്നത്തെ ഈ ഒരു ക്ലാസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് നമ്മൾ അതിനെ മാനേജ് ചെയ്യേണ്ടത് എന്നുള്ളത് കറക്റ്റ് ആയിട്ട് മാം പറഞ്ഞു തന്നിട്ടുണ്ട്. വണ്ടർഫുൾ ക്ലാസ് മാം. ശരിക്കും പറഞ്ഞാൽ ശരിക്കും നല്ലൊരു യൂസ്ഫുൾ ക്ലാസ് തന്നെ ആയിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. താങ്ക് യു മാം. താങ്ക് യു വെരി മച്ച്. ഗുഡ് മോർണിംഗ് മാം. നല്ലൊരു ക്ലാസ് ആയിരുന്നു. സത്യത്തിൽ ഇങ്ങനത്തെ ക്ലാസ്സുകളാണ് നമുക്ക് ഒരുപാട് ഉപകാരപ്രദമാവുന്നത്. കാരണം നമുക്ക് എല്ലാവർക്കും ഉള്ളതാ ഇങ്ങനത്തെ ഉള്ള ഒരുപാട് പ്രശ്നങ്ങൾ. നമ്മൾ അറിയില്ല, പെട്ടെന്നൊരു സംഭവം കേൾക്കുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ കുറച്ചു നേരമൊക്കെ പിടിച്ചേക്കും, പിന്നെ കയ്യിൽ നിന്ന് പോകും. ഇപ്പോ ഈ ക്ലാസ്സിന് ഇവിടെ വന്നത് പിന്നെ ഞാൻ ഇതുപോലത്തെ സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ഒന്നീ പാട്ട് കേൾക്കും, അല്ലെങ്കിൽ ആ സ്ഥലത്ത് നിന്ന് തന്നെ മാറിപ്പോവും, അല്ലെങ്കിൽ ഈശ്വരനാമം ജപിക്കുക, അല്ലെങ്കിൽ സോറി പറയുക ഒക്കെ ഉള്ളി പറഞ്ഞ് ഒരുപാട് മാറ്റാൻ കഴിഞ്ഞു. എനിക്ക് വന്നത് കണ്ണിനായിരുന്നു, ഗ്ലോക്കോമ എന്നുള്ള അസുഖമായിരുന്നു ഈ ട്രസ്റ്റ് കൊണ്ടുണ്ടായത്.
പിന്നെ മനസ്സിലായത് ഇതുകൊണ്ടാണ് ഉണ്ടായതെന്ന്. ഇപ്പൊ ഒരുപാട് ഭേദമുണ്ട്. നല്ലൊരു ക്ലാസ് മാം. താങ്ക് യു വെരി മച്ച്. താങ്ക് യു. എനിക്ക് ഒരു സന്തോഷം തോന്നിയത് നിങ്ങൾക്ക് ആപ്റ്റ് ആയിട്ടുള്ള ഒരു ഇടത്ത് തന്നെയാണല്ലോ ഞാൻ ഈ ക്ലാസ് പ്രസന്റ് ചെയ്തത് എന്നതില്. കാരണം പലയിടത്തും നമ്മൾ സ്ട്രെസ് മൂലം രോഗങ്ങൾ വരും എന്ന് പറയുമ്പോൾ ആരും അത് അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു ഇതില്ല. കാരണം അവർക്കത് മനസ്സിലാക്കാൻ പറ്റുന്നില്ല ഈ ഒരു സ്ട്രെസ് മൂലമാണ് ഈ ഒരു രോഗം വന്നത് എന്ന് അക്സെപ്റ്റ് ചെയ്യാൻ. ഇത് എന്തെങ്കിലും ഫിസിക്കൽ ഇഷ്യൂ കൊണ്ട് മാത്രമാണെന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട്. പക്ഷെ ഇതിൽ പറഞ്ഞ എല്ലാവർക്കും മനസ്സിലായ ആ ഒരു അവയർനെസ്, എനിക്ക് ഉണ്ടാകുന്ന ഈ രോഗം ഈ ഒരു സ്ട്രെസ് മൂലമാണെന്നുള്ള അവയർനെസ് വന്നു കഴിയുമ്പോൾ തന്നെ നമുക്ക് ആ സ്ട്രെസ്സിൽ നിന്ന് മാറാൻ സാധിക്കും. അത് ഏറ്റവും നല്ലൊരു ഒരു സൈനാണ്. താങ്ക് യു എവരിബഡി. താങ്ക് യു മാം. നിങ്ങൾക്ക് സംശയം വല്ലതും ഉണ്ടെങ്കിൽ മാമിനോട് ചോദിക്കാം കേട്ടോ. ഇല്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. മാം താങ്ക് യു മാം. വളരെ ഉപകാരപ്പെട്ട ഒരു ക്ലാസ്. ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ അത്യാവശ്യമായ ഓരോരുത്തർക്കും ആവശ്യമുള്ള ഒരു ക്ലാസ് ആയി മാം. നല്ലൊരു ക്ലാസ് ആയിരുന്നു. പിന്നെ എൻ്റെ ഒരു ഡൗട്ട് എന്ന് വെച്ചാൽ ഈ സ്ട്രെസ് കൂടുമ്പോൾ ഒബേസിറ്റി വരാൻ ചാൻസ് ഉണ്ടോ മാം? എന്താണ് സ്ട്രെസ് കൂടുമ്പോൾ ഒബേസിറ്റി വരാനുണ്ടോ? ഉറപ്പായിട്ടും സ്ട്രെസ് കൂടുമ്പോൾ രണ്ട് രീതിയിലും വരാം. ചില സ്ട്രെസ്സുകൾ നേരെ തിരിച്ച് ആളുകളെ വണ്ണം ആ ഒരു രീതിയിലേക്ക് ടെൻഷനൊക്കെ കൂടിയിട്ട് വണ്ണം കുറയാൻ നേരെ തിരിച്ച് സ്ട്രെസ് വരുമ്പോൾ ചിലവർക്ക് ഓവർ ഈറ്റിംഗ്, ആ ഒരു സ്ട്രെസ്സിന് ഇതാക്കാൻ വേണ്ടി അവരുടെ ബോഡി തന്നെ കണ്ടുപിടിക്കുന്ന ഒരു മെക്കാനിസമാണ് ഫുഡ് കഴിക്കുക എന്നുള്ളത്. അങ്ങനെയും അല്ലാതെ ഫുഡ് കഴിച്ചില്ലെങ്കിൽ പോലും നമ്മൾ ഈ ഓവർ തിങ്കും കാര്യങ്ങൾ കൊണ്ട് വണ്ണം വെക്കാനുള്ള ചാൻസ് ഉണ്ട്. അത് ഓരോരുത്തരുടെ ശരീരപ്രകൃതിയും അവരുടെ രീതികളും അനുസരിച്ച് വേരിയേഷൻ വരും. ചിലവർക്ക് നല്ല രീതിയിൽ വണ്ണം വെക്കും, ചിലവർക്ക് നേരെ തിരിച്ച് മെലിഞ്ഞു പോകാനുള്ള ചാൻസും ഉണ്ട്. രണ്ട് രീതിയിലും വരാനുള്ള ഇതുണ്ട്. അതിൽ കൂടുതലും വരുന്നത് ഈ പറഞ്ഞ പോലെ വണ്ണം വെക്കുന്നതാണ്. ഈ സ്ട്രെസ് വരുമ്പോൾ ആ സ്ട്രെസ്സിൽ നിന്നുള്ള നമ്മുടെ ബോഡിയിലെ എനർജിയാണ് നഷ്ടപ്പെട്ടു പോകുന്നത്. ആ എനർജി നഷ്ടപ്പെട്ടു പോകുമ്പോൾ എന്താണ്, നമ്മൾ ഫുഡ് കൂടുതലായിട്ട് ഇൻടേക്ക് ചെയ്യുമ്പോൾ ആ എനർജി സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ബോഡി കണ്ടെത്തുന്ന ഓരോ മെക്കാനിസമാണ്. ഈ സ്ട്രെസ്സിൽ നിന്ന് റിലീസ് ആവാൻ വേണ്ടിയിട്ട് കണ്ടുപിടിക്കുന്ന ഓരോ, അതായത് നമ്മളെ ഏറ്റവും പ്രൊട്ടക്ട് ചെയ്യുന്നത് നമ്മുടെ ബ്രെയിൻ തന്നെയാണ്. ആ ബ്രെയിൻ ഓരോ ടെക്നിക്സ് നമ്മൾ അറിയാതെ അതിൽ, കാരണം നമ്മൾ പറഞ്ഞില്ലേ ആദ്യം നമുക്കൊരു സൈൻ തരുന്നുണ്ട്, അതുപോലെ നമ്മൾ അതിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. തീർച്ചയായും അങ്ങനെയുള്ള പ്രശ്നങ്ങളും ഉണ്ടാകുന്നുണ്ട്. താങ്ക് യു മാം. താങ്ക് യു മാം. ഓക്കെ, താങ്ക് യു. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സർ. നല്ലൊരു ക്ലാസ് ആയിരുന്നു. നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ക്ലാസ് ആണ്. എങ്ങനെ സ്ട്രെസ് ഉണ്ടാവുന്നു, എങ്ങനെ അത് മാനേജ് ചെയ്യാം, അതൊക്കെ നമുക്ക് എത്ര കോൺഫിഡന്റ് ആയിട്ട് മുന്നോട്ട് പോകാന്നുള്ളത് വളരെ ശക്തമായ രീതിയിലും വളരെ ലളിതമായ രീതിയിലും പ്രസന്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ സ്ഥലത്തില്ലാണ്, തിരുവനന്തപുരമാണ്, അതുകൊണ്ട് കൂടുതൽ സംസാരിക്കില്ല. താങ്ക് യു വെരി മച്ച്. താങ്ക് യു സർ. താങ്ക് യു വെരി മച്ച്. താങ്ക് യു. താങ്ക് യു. എലക്ഷൻ ഡ്യൂട്ടിയാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും ഈ ബിമാജിക്കിലേക്ക് നല്ലൊരു ക്ലാസ് എടുക്കാൻ വീണ്ടും വന്നതിൽ വളരെയധികം നന്ദി. താങ്ക് യു. ഓക്കെ, നമ്മുടെ ലൈഫിന്റെ ഭാഗമാണ് സ്ട്രെസ്. അതിൽ നിന്ന് സഫർ ചെയ്യുക എന്നത് നമ്മുടെ ചോയ്സ് ആണ്. അതായത് മനസ്സ് നമ്മളെ നിയന്ത്രിക്കും മുമ്പേ അതിനെ നമ്മൾ നിയന്ത്രിക്കുക. സ്ട്രെസ് നമ്മളെ പോസിറ്റീവായും നെഗറ്റീവായും എങ്ങനെ ബാധിക്കുന്നു എന്നത് വിശദമായി ഈ സെഷനിലൂടെ നമുക്ക് മനസ്സിലാക്കി തന്ന ഷബാസ് മാമിന് നന്ദി രേഖപ്പെടുത്തുന്നു. ഒപ്പം ഇതിൽ പങ്കെടുത്ത എല്ലാ അംഗങ്ങൾക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ സെഷൻ വൈൻഡപ്പ് ചെയ്യുന്നു. താങ്ക് യു ഷബാസ് മാം. താങ്ക് യു ഓൾ. താങ്ക് യു മാഡം.